ജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ പരിപക്വതയിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് ആവശ്യമുണ്ട്. നാം വിശ്വാസം സ്വീകരിച്ച് കർത്താവിന്റെ സഭയിൽ വരുമ്പോൾ നാം ഏറ്റവും അടിസ്ഥാനം വിട്ട് പാഠം 1 മുതൽ പഠിച്ചാണ് തുടങ്ങുന്നത്. കാരണം അന്ന് വരെയും നമ്മൾ ജീവിച്ചിരുന്ന ജീവിത രീതി അല്ല ഇനി അങ്ങോട്ടുള്ളത്. കാരണം വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ലോകത്തിന്റെ വ്യവസ്ഥകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ കാര്യം. അതുകൊണ്ട് ഇന്ന് വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, ലൈഫ് പാറ്റേൺ അല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ പുതിയ ജീവൻ പ്രാപിച്ച് സഭയിലേക്ക് വന്നു കഴിയുമ്പോൾ അവന്റെ മുമ്പിലുള്ളത്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ ഇതുവരെ ജീവിച്ച ജീവിതം ശരിയാകാത്തത് കൊണ്ട് അതൊന്നും കൂടെ ശരിയാക്കാൻ വേണ്ടിയാണ് സഭയിലേക്ക് പോകുന്നതെങ്കിൽ വേദപുസ്തകം അനുസരിച്ച് നമ്മുടെ ഇപ്പോഴുള്ള ഈ ജീവിതം ശരിയാക്കാൻ വേണ്ടിയല്ല, ഇപ്പോഴുള്ള ജീവിതം നിർത്തി പുതിയത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്ന് ആരംഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ സഭയിലേക്ക് പോകുന്നത്. ഇത് ശരിക്കും റിപ്പയർ വർക്ക് അല്ല, ഇത് റീജനറേഷൻ ആണ്. പഴയതിനെ നന്നാക്കുന്നതല്ല, പുതിയതിനെ സൃഷ്ടിക്കുന്നതാണ്. പഴയതിനെ ക്രൂശിച്ച് ഇല്ലാതാക്കി ത്യജിച്ച് കളഞ്ഞിട്ട് പുതിയതിനെ സൃഷ്ടിക്കുന്നതാണ് സഭയിൽ സംഭവിക്കേണ്ട കാര്യം. So we are not here to improve ourselves. We are here to put on Christ. ക്രിസ്തുവിനെ ധരിക്കാൻ വേണ്ടിയുള്ളതാണ്. ദാറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ്. നമ്മൾ നന്നാവുമോ എന്ന ചോദ്യത്തിന്റെ വേദപുസ്തകത്തിൽ ഉത്തരം നിങ്ങൾ നന്നാവില്ല എന്ന്. നമുക്ക് നന്നാവാൻ പറ്റില്ല എന്ന്. ആദമിന്റെ പ്രകൃതത്തെ നന്നാക്കിയെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല നമ്മൾ നന്നാവില്ല എന്നുള്ള കാര്യം. പല പ്രാവശ്യം തീരുമാനം എടുത്ത് തോറ്റാലും നമ്മൾ സമ്മതിക്കില്ല, തോൽവി സമ്മതിക്കില്ല. Because we still trust our flesh to make the necessary improvement. We still trust I can do it. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവസാനിക്കാത്ത തീരുമാനമെടുത്ത് നന്നാകാൻ പറ്റാതെ, എന്നാൽ നന്നാവൂല്ല ഞാനെന്ന് സമ്മതിക്കാതെ, നന്നായി എന്ന് അഭിനയിച്ചും നന്നാകും എന്ന് തന്നെ വിശ്വസിപ്പിച്ചും അവസാനം പതുക്കെ നമ്മൾ നന്നായില്ല എന്നുള്ള സത്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ജീവന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി പിന്നെ ഈ ലോകത്തിന്റെ വ്യവഹാരങ്ങൾ മാത്രമുള്ളവരായി മാറുന്നതാണ്. നമ്മൾ നന്നാവുകയില്ല എന്ന് ഉള്ളതൊരു പാഠം, ഒരു ഒന്നാമത്തെ പാഠം. എ മാൻ cannot change himself. ഇത് ലോകത്തിൽ ആരും നമ്മളോട് പറയും. നിങ്ങൾ വിചാരിച്ചാൽ നന്നാകാവുന്നതുള്ളൂ ബ്രദറെ എന്നേ പറയൂ. നിങ്ങൾ അങ്ങനെയായിരിക്കുമല്ലോ കേട്ടിട്ടുള്ളത്. ലോകത്തിന്റെ പാഠം അങ്ങനെയാ പറയുന്നത്. യു ഇംപ്രൂവ്, യു ഗെറ്റ് ബെറ്റർ ആൻഡ് ബിക്കം ലൈക്ക് ഗോഡ്. ആദമനോട് സാത്താൻ അതാ പറഞ്ഞത്, നന്മയും തിന്മയും തിരിച്ചറിയുക, നല്ലത് ചെയ്യ, അങ്ങനെ നീ ദൈവത്തെ പോലെ ആകും. യു ക്യാൻ, ഇറ്റ്സ് പോസിബിൾ ഫോർ യു. സോ ഡെവിൾ ഈസ് ഡ്രാഗിങ് യു ടു യുവർ പോസിബിലിറ്റി. അതുകൊണ്ട് കർത്താവ് അവനെ നമ്മൾ ആശ്രയിക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്നറിയാം? നമ്മുടെ പോസിബിലിറ്റിക്ക് അപ്പുറത്തുള്ള ഒരു നീതിയെ വെളിപ്പെടുത്തി. മനുഷ്യരുടെ നീതി എന്ന് പറയുന്ന വ്യവസ്ഥകളാൽ നിർമ്മിതമാണ്, എന്നാൽ ദൈവത്തിന്റെ വ്യവസ്ഥകൾ നീതിയാൽ നിർമ്മിതമാണ്. തിരിച്ചാണ് അത്. നമ്മൾ എങ്ങനെ നീതിമാന്മാരാകുന്ന വെച്ച് കഴിഞ്ഞാൽ വ്യവസ്ഥകൾ പാലിച്ച് നീതിമാൻ. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മളൊരു നീതിയെ സൃഷ്ടിക്കുകയും ആ നീതി വ്യവസ്ഥകൾ ഉളവാക്കുകയാണ് ചെയ്യുന്നത്. നേരെ തിരിച്ചാണ്. അപ്പോ ദൈവത്തിന്റെ നല്ല ദാനം, നീതി എന്ന ദാനം നമ്മൾ വിശ്വാസത്താൽ പ്രാപിക്കുക എന്ന് പറയുന്നത്, അത് ജീവിക്കാൻ വേണ്ടി ആ നീതിയെ പ്രാപിക്കുക. ദാറ്റ്സ് നോട്ട് എ ഹ്യൂമൻ റൈറ്റ്സസ്നെസ്, ദാറ്റ്സ് എബവ് വാട്ട് എ ഹ്യൂമൻ ക്യാൻ തിങ്ക് ഓഫ്. നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിലെ കൽപ്പനകൾ വായിക്കുമ്പോൾ ഇറ്റ്സ് ബിയോണ്ട് അവർ എബിലിറ്റി. എന്തിനങ്ങനെ വെച്ചിരിക്കുന്നത്? ടു ഫോഴ്സ് യു ടു അബാൻഡൺ യുവർ സെൽഫ്, deny yourself. Don't trust your flesh to complete that obedience. You can. അതുകൊണ്ട് ജഡത്തിന്റെ പ്രശംസ എടുത്തു മാറ്റാൻ വേണ്ടി ദൈവം വിശ്വാസത്താലുള്ള ഒരു നീതിയെ നമ്മുടെ മുമ്പിൽ. പ്രവൃത്തിയാലുള്ള ഒരു നീതി ആയിരുന്നെങ്കിൽ ജഡം പ്രശംസിക്കുമായിരുന്നു. ആധുനിക ജഡം ഒരു പ്രശംസയിലേക്ക് പോകുമായിരുന്നു.
ഐ ഡിഡ് ഇറ്റ് ലോർഡ് എന്ന് പറഞ്ഞ് ചെല്ലുമായിരുന്നു. പ്രാഥമിക ജഡത്തിന് പ്രശംസ ഉണ്ടാകാതിരിക്കാൻ ദൈവം ആ ആധുനിക ജഡത്തിന് അപ്രാപ്യമായ, ആക്സസിബിൾ അല്ലാത്ത, പോസിബിൾ അല്ലാത്ത ഒരു നീതി വെളിപ്പെടുത്തി അവന്റെ പുത്രനിലൂടെ. ആൻഡ് ആസ്ക്ഡ് us to be like the Son. And for a flesh man like me, it was impossible. It was scary, it was threatening. Threatened my religiosity because my religion was made redundant. എന്റെ മതം നിഷ്പ്രയോജനമായി പോയി. കാരണം എന്താ? എന്റെ മതം കൊണ്ട് നേടാൻ പറ്റാത്ത ഒന്നിനെയാണ് കർത്താവ് പുതിയ നിയമത്തിൽ പ്രസന്റ് ചെയ്തത്. അപ്പൊ മാനുഷികമായ പ്രയത്നങ്ങൾ കൊണ്ട് സാധിക്കില്ല. മനുഷ്യനെ കൊണ്ട് അസാധ്യമായ ഒരു തലത്തിലേക്ക് ദൈവം അവന്റെ നീതിയെ വെളിപ്പെടുത്തി അത് വ്യവസ്ഥകളാക്കി നമുക്ക് നൽകി. ആൻഡ് ദാറ്റ് വ്യവസ്ഥകൾ നമ്മെ ഭയപ്പെടുത്തി. കാരണം ദാറ്റ് വാസ് ബിയോണ്ട് us. അത് നമുക്ക് വെളിയിലായിരുന്നു, നമ്മുടെ എബിലിറ്റിക്ക് വെളിയിലായിരുന്നു. ഓക്കെ, അതാണ് പുതിയ നിയമത്തിലെല്ലാം നമ്മൾ കാണുന്നത്. ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ കാണുന്നു എ റൈച്ചസ്നെസ് ദാറ്റ്സ് ബിയോണ്ട് us. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, സമ്മതിക്കുമെന്ന് വെച്ചാൽ അതുമില്ല. അത് മറ്റുള്ളവർ നിർബന്ധിച്ച് ചിലപ്പോൾ പ്രസംഗിക്കും, പക്ഷെ നമ്മൾ ചെയ്യില്ല, അവരും ചെയ്യില്ല. ബട്ട് വി വിൽ നെവർ കൺഫസ് ഐ ഹാവൻ ഡൺ ദാറ്റ്. കൺഫസ് ചെയ്യില്ല ബിക്കോസ് ഓഫ് പ്രൈഡ്. We still believe our flesh can do it. Do you still believe your flesh can fulfill the Sermon on the Mount? Do you still? നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഗിരിപ്രഭാഷണത്തിലെ നീതി നിവർത്തിക്കാൻ നിങ്ങളുടെ ജഡത്തിൽ കഴിയുമെന്ന്? വിശ്വസിച്ചോളൂ. പക്ഷെ അങ്ങനെ കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുഖത്തൊന്ന് നോക്കി ഒന്ന് ചിരിക്കാമോ, അല്ലെങ്കിൽ കൈ ഒന്ന് ഉയർത്താമോ? ചിരിക്കുന്നവരെല്ലാം പ്രതിസന്ധിയിലാവും. It's not possible to pluck out your eye or cut off your hand, but to give everything to the poor and to follow the Lord. Or when you have a feast in your home, inviting people who are lame, blind and deaf, not inviting your friends. Or someone tries to snatch your bedsheet away, blanket away, you also give him your shirt. ഇതൊന്നും നമ്മൾ ആരിൽ നിന്ന് ഡിമാൻഡ് ചെയ്യാറില്ലല്ലേ? കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണം നിങ്ങൾ കേട്ടാലും പഠിപ്പിച്ചാലും ഡു യു ഡിമാൻഡ് ഇറ്റ് ഓൺ യുവർ ബിലീവേഴ്സ്? ഡു യു ഡിമാൻഡ് ഇറ്റ് ഫ്രം യുവർ പാസ്റ്റർ? നോ, യു ഡോണ്ട്. ഡു യു ഒബേ ഇറ്റ്? നോ, യു ഡോണ്ട്. ഹാവ് യു സീൻ എനിവൺ ഒബേയിങ് ഇറ്റ്? Will you insist on a person who comes to your church? Did you sell all your property? No, pastor. Then go. Will you say like that? Implement what the Lord said? No. നിങ്ങളൊരു സഭയുടെ ഒരാള് വരുമ്പോൾ നിങ്ങൾ പറയോ സ്വത്തെല്ലാം വിറ്റിട്ട് പോവാ, അല്ലെങ്കിൽ ഇവിടെ കസ്റ്റമേഴ്സ് തരില്ല, പറയോ? ഇല്ല, പറയാൻ പറ്റില്ല. കാരണം എന്താ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സഭ ഉണ്ടാവില്ല. അപ്പൊ കർത്താവ് പറഞ്ഞ പല കൽപ്പനകളും എന്നുള്ളതല്ല. ഇഫ് യു ആർ ഓണസ്റ്റ് വിത്ത് അവേഴ്സെൽസ്, ഒരൊറ്റ കൽപ്പന പോലും നമ്മൾ അനുസരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഗിരിപ്രഭാഷണത്തിലുള്ള ഒന്നും അനുസരിച്ചിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും സുവിശേഷം പറയാൻ പോകുമ്പോൾ ചെരുപ്പ് എടുക്കരുത്, പൊക്കണം എടുക്കരുത്, എന്താ എക്സ്ട്രാ ഡ്രസ് എടുക്കരുത്, അത് ഒന്നും അനുസരിച്ചില്ല. നല്ല സുന്ദരമായ അനുസരണക്കേട് കാണിച്ചിട്ടാണ് നമ്മൾ നീതിമാന്മാരെന്ന് സ്വയം പറയും. അപ്പൊ നമ്മുടെ ഒരു ആശ്വാസം ഇതാരും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ വേറൊരു ആശ്വാസം ഉണ്ട്. ആ ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ലാത്തൊരു നീതി നമ്മൾ ഉണ്ടാക്കി അനുസരിക്കുന്നുണ്ട്. അത് മീശ പഠിക്കുന്ന ഉൾപ്പെടെ, വസ്ത്രധാരണം ഉൾപ്പെടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു നീതി നമ്മൾ അനുസരിക്കുന്നുള്ളത് കൊണ്ടും കൂടെയാണ് നമുക്ക് വലിയ കുറ്റബോധം തോന്നാത്തത്. പക്ഷെ കർത്താവ് പറഞ്ഞൊന്നും നമ്മൾ അനുസരിക്കുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്? അതുമില്ല. അത് അനുസരിക്കാൻ വേണ്ടി തന്നതാന്ന് പോലും അറിയത്തില്ല. കർത്താവ് തന്നെ എന്റെ അവസാനം പറഞ്ഞത്, ഇത് കേട്ട് പ്രമാണിക്കാത്തവനെല്ലാം മണ്ണിന്മേൽ വീട് പണിത പോലെയാണ്. എന്നെ കർത്താവെ കർത്താവിനെ വിളിക്കുന്നവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണെന്നൊക്കെ ഈ ഗിരിപ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞു. ഇതൊരു പ്രത്യേകതര അടിമത്തമാണ്. നമ്മൾ രണ്ട്
ഈ ബാലപാഠങ്ങൾ, ഞാൻ നിങ്ങളുടെ മെച്യൂരിറ്റിയെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങോട്ട് എത്താൻ പറ്റുമെങ്കിൽ ഈ ബാലപാഠങ്ങൾ അറിഞ്ഞെങ്കിലേ അത് അങ്ങോട്ട് പോകാൻ നമുക്ക് കഴിയുള്ളൂ. So anytime we will go to that concept of maturity. I cannot give you an instruction on maturity. എനിക്ക് നിങ്ങളെ മെച്യൂരിറ്റി എന്താണെന്ന് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് ആത്മാവിന് മാത്രമേ പറ്റൂ. But what the Holy Spirit means, or the Bible means when the Bible says maturity എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ബൈബിൾ എന്താണ് അർത്ഥമാക്കുന്നത്, ഇതേ പറയാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു സ്ലേവറി ഉണ്ട്, അടിമത്തം. പാപത്തോടായിരുന്നു നേരത്തെ പാപത്തോടുള്ള അടിമത്തമായിരുന്നു, സ്ലേവറി ടു സിൻ. ഈ സ്ലേവറി ടു സിന്നെ കുറിച്ച് ഞാൻ അനേകം പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. കാരണം അത് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്. കാരണം നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഏത് സ്ലേവറിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് കേരളത്തില് ഗവൺമെന്റ് ഉണ്ടാക്കാൻ നേരത്തെ എല്ലാ തെരുവുകളിലും ചെന്ന് ഒരേ കാര്യം പറഞ്ഞോണ്ട്, കാരണം അതൊരു നീഡായിരുന്നു. എന്തായിരുന്നു നീഡ്? അവരുടെ ചങ്ങലകൾ പൊട്ടിച്ച് തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളെ ബോധ്യപ്പെടുത്തി. ഒരു സുവിശേഷകനെ സംബന്ധിച്ചൊരു നീഡാണ് പാപം എന്തുമാത്രം ആഴമായി നമ്മളെ ബന്ധിച്ചിട്ടുണ്ട് എന്നറിയുക, ചങ്ങലകളെ പൊട്ടിക്കുക എന്ന് പറയുന്നത്. അതൊരു ഡിസിഷനാൽ നടക്കില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്, ടു ഷോ യു ഹൗ എന്ന്, അത് ഓരോ സുവിശേഷകന്റെയും കടമയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പെർഫോമിംഗ് എ മെസ്സേജ് ബിഫോർ യു. പാപത്തിന്റെ സ്ലേവറി എന്ന് പറഞ്ഞാൽ ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് പറയാൻ ശ്രമിക്കാം. എന്താണ് സ്ലേവറി? ഒരു ഹെൽപ്ലെസ് എസ്റ്റേറ്റ് ആണ്. We don't have freedom to move away. It's not like a job which you can quit. വേണ്ട എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ജോലിയല്ല അടിമത്തം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കഴിയുന്ന ഒരു അവസ്ഥയുമല്ല അടിമത്തം. നമുക്കിവിടെ തൊഴിലാളി വർഗ റൈറ്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് വേണ്ടി പോരാടാം. അല്ലെങ്കിൽ മുതലാളിമാര് വേണ്ട രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ നമുക്ക് പെരുമാറാം. ഇങ്ങനെ പല വകുപ്പുകൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ സ്ലേവ് അങ്ങനെയല്ല. സ്ലേവ് എന്ന് പറയുന്നയാള് യജമാനന്റെ അടിമയാണ്. യജമാനൻ എന്ത് പറയുന്നു അത് മാത്രമാണ് സ്ലേവിന് ചെയ്യാൻ പറ്റുള്ളൂ. അവന് പ്രതിഫലമില്ല. മരണം വരെ ആ അനുസരണം അവന് മരണത്തിൽ എത്തിക്കും. അത് കഴിഞ്ഞ് അവന്റെ തലമുറയിലേക്ക് ആ അനുസരണം. പെർപച്വൽ സ്ലേവ്സ്. ഇന്നും ആ സ്ലേവറിയിൽ ഉണ്ടായിരുന്ന ആ വർഗം ഈ ഇന്ത്യയിൽ, ഈ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും അവർക്ക് ആ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായും. സ്ലേവറി അത്ര ഭയങ്കര ഇമ്പാക്റ്റ് ആണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയത്. അവർക്ക് സ്വാതന്ത്ര്യമില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, when I read a book when I was a college student, I read a book. I don't remember the title. അന്നത്തെ ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയില് ഒരു നീഗ്രോ, അല്ലെങ്കിൽ സോറി, ആ വേർഡ് cannot be used. നമുക്ക് ഇന്ത്യക്കാർക്ക് അതത്ര ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ ആയിട്ടുള്ള ഒരു ലേഡിയെ ഒരു വൈറ്റ് മാൻ കല്യാണം കഴിച്ചാൽ അദ്ദേഹം ഒരു ആനിമലിനെ കല്യാണം കഴിക്കുന്നവരാണ്. ബൈബിളിൽ അത് നിരോധിച്ചിട്ടുണ്ടല്ലോ, ബൈബിളിൽ നിരോധിച്ചിട്ടുണ്ട്. സോ ക്രിസ്ത്യൻസ് ഹാഡ് എ റൂൾ ദാറ്റ് എ വൈറ്റ് മാൻ cannot marry a black woman. അപ്പൊ അവർക്ക് യാതൊരു ഡിഗ്നിറ്റിയും ഇല്ല. അവര് മൃഗങ്ങളെ പോലെ അനുസരിക്കുന്നു. സാലറി ഇല്ല. മരിക്കുമ്പോ മക്കളെ ആ ജോലി ഏൽപ്പിച്ചിട്ട് മരിക്കും. ഇമാജിൻ. പാപവും നമുക്ക് അങ്ങനത്തെ യജമാനായിരുന്നു. നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ മക്കളെ, ഇനി പാപം ചെയ്തോ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സ്വത്തെല്ലാം വിട്ടു കൊടുത്തിട്ട് പോകും. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങൾ കുറച്ചും കൂടെ തീക്ഷ്ണമായിട്ട് ചെയ്യുവാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഓരോ തലമുറയും കണ്ണടയ്ക്കുന്നത്. കാരണം സ്വത്തുണ്ടാക്കി കൊടുക്കുമല്ലോ, പിന്നെ സ്വത്തുണ്ടാക്കാനുള്ള വക ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് നമുക്ക് എന്തുമാത്രം ലോകസ്നേഹം ഉണ്ടായിരുന്നോ അതിന്റെ ഒരു 10 മടങ്ങ് ലോകസ്നേഹം മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. എക്സാക്ട്ലി ലൈക്ക് സ്ലേവ്. So every child is born as a slave to sin. More so, that intensity or the severity of slavery increases with generation. നമ്മൾ ഓരോ തലമുറ കഴിയുമ്പോഴും ആ സെവറിറ്റി ഓഫ് സ്ലേവറി, അതായത് അടിമത്തത്തിന്റെ തീഷ്ണത വർദ്ധിക്കും. പാപത്തോടുള്ള ആസക്തി, അടിമത്തം വർദ്ധിക്കുക ചെയ്യും.
അത് കർത്താവിന്റെ വരവിങ്കൽ വരെ ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ഈ അടിമത്തം, പാപത്തോടുള്ള അടിമത്തം. ഈ അടിമത്തം എന്ന് പറയുന്നത്, അപ്പൊ പല ആൾക്കാരും ഈ വിൽ പവറിൽ വിശ്വസിക്കുന്നവരാണ്. ക്രിസ്ത്യാനിറ്റി ആദ്യം എതിർക്കുന്നത് വിൽ പവറിനെ തന്നെയാണ്, ഹ്യൂമൻ വിൽ പവർ. വിൽ പവറിൽ ഇതില്ല എന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദർ ഇസ് നോ റിക്കവറി ഇൻ അവർ വിൽ പവർ. യു കനോട്ട് ടേക്ക് എ ഡിസിഷൻ നോട്ട് ടു സിൻ. കാരണം ഈ ഡിസിഷൻ ചെയ്യുന്നത് തന്നെ ഒരു പാവിയാണ്. അത് എന്തുകൊണ്ടാണ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ കാരണം നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രാണനാണ് തീരുമാനം എടുക്കുന്നത്. എന്നാൽ ശരീരത്തിലാണ് പാപം വസിക്കുന്നത്. ഈ ശരീരത്തിലെ ഹോർമോണുകളും അതിനകത്തെ കെമിക്കൽസ് ഒന്നും നിയന്ത്രിക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് സാധിക്കില്ല. നമുക്കൊരു ജലദോഷം വന്നാൽ അത് തീരുമാനം എടുത്ത് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഒരു വൈറസിനെ തീരുമാനം എടുത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ സ്വഭാവങ്ങൾ ഹോർമോണുകളാൽ, കെമിക്കലുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന നമ്മുടെ ടെമ്പറമെന്റ്, സ്വഭാവ സവിശേഷതകൾ, അതിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല തീരുമാനം എടുത്ത്. മറച്ചു വെക്കാൻ പറ്റും കുറെയൊക്കെ, പക്ഷെ മാറ്റാൻ പറ്റില്ല. കാരണം ഇത് ശരീരത്തിന്റെ ഒരു പ്രതിഭാസമാണ്. ഇപ്പൊ തോട്ട്സ് കൊണ്ട് ഒരു പരിധി വരെ, നല്ല തോട്ട്സ് ജനറേറ്റ് ചെയ്യാതെ കുറച്ചൊരു പരിധി വരെയൊക്കെ നമുക്ക് ഈ ഹോർമോണുകളെ നിയന്ത്രിക്കാം, ചില ഹോർമോണുകൾ. പക്ഷെ ജനറലി വി ആർ കൺട്രോൾഡ് ബൈ ദാറ്റ് ഫാളൻ സ്റ്റേറ്റ് ഓഫ് അവർ ഫ്ലഷ്. ഈ ഫാളൻ സ്റ്റേറ്റ് ഓഫ് അവർ ഫ്ലഷ് എന്ന് പറയുന്നത് ശരീരത്തിൽ പാപം വസിക്കുന്നു. അതാണ് പൗലോസ് പറയുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് രസമായിട്ടും എന്തുകൊണ്ടാണ് അത് അനുസരിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ പാപം വസിക്കുന്നു എന്നുള്ളതുകൊണ്ട്. സിൻ ഇൻ ദ ഓർഗൻസ്. അപ്പൊ പലതരത്തിലുള്ള ഹോർമോണുകൾ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ, പുതിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ 1-2 ആഴ്ചത്തേക്ക് അവരുടെ ഭയങ്കര സ്നേഹമായിരിക്കും. കാർ വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിച്ചാൽ ആദ്യത്തെ ഒരാഴ്ച നല്ലപോലെ അതിനെ കൊണ്ട് നടക്കും. വെള്ളമൊക്കെ കഴുകി ഒഴിച്ച് സോപ്പിട്ട് കഴുകി നല്ല ക്ലീൻ ആയിരിക്കും. ഒരു 1-2 മാസം കഴിയുമ്പം ബൈക്ക് ചിലപ്പോൾ ഷെഡിൽ പോലും കാണില്ല, റോഡിലേക്ക് ആയിരിക്കും. ഇതൊന്ന് കഴുകണമല്ലോ തന്നെ കുളിച്ചോട്ടെ എന്ന് വിചാരിച്ച് വെച്ചേക്കാന്ന് പറയും. ബിക്കോസ് ആഫ്റ്റർ എ വൈൽ വി ലൂസ് ഇൻട്രസ്റ്റ്. ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. കല്യാണം അല്ലെങ്കിലും ഉണ്ട്, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഉണ്ട്. കല്യാണം കഴിച്ചൊരു 3-4 ദിവസം ചെറുക്കനും പെണ്ണും ഭയങ്കര കൂട്ടായിരിക്കും. അവരെല്ലാം കയറി നമ്മൾ ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. പക്ഷെ ഒരു 5-6 ദിവസം ഇല്ല, ഒരാഴ്ച 2 മാസം കഴിയും, ഈ ബൈക്ക് നനയാൻ വെച്ചിരിക്കുന്ന പോലെ ഈ ബന്ധം ചില എക്സൈറ്റ്മെന്റ് അങ്ങ് എടുത്ത് മാറ്റും. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഹോർമോൺ. അത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് കാണും. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഫോൺ ചെയ്യുന്നു, ഭയങ്കര സന്തോഷം, ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇത് ഡോപ്പമിൻ കത്തിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ഇത് കത്തിക്കും. പക്ഷെ എപ്പോഴും അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോൺ ആയാലും വണ്ടി ആയാലും മനുഷ്യനായാലും എക്സൈറ്റ്മെന്റ് കുറഞ്ഞു. ഇത് പാവം. അപ്പൊ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, കല്യാണം കഴിച്ച ആദ്യ കാലത്ത് ഉണ്ടായിരുന്ന പോലത്തെ സ്നേഹത്തിലേക്ക് പോകണം. തീരുമാനം എടുത്താലേ കൊള്ളാം, പക്ഷെ ഡോപ്പമിൻ ഉണ്ടാകണ്ടേ? അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ മേലല്ലോ. അതുകൊണ്ട് എന്ത് തീരുമാനം എടുത്താലും ഒരു കുറച്ചു നേരത്തേക്കാണ്, പിന്നെയും പഴയവരാകും. ഇത് നമ്മുടെ ശരീരത്തിന്റെ വീഴ്ച കാരണം, നമ്മുടെ ഹോർമോണുകളുടെ പരിസ്ഥിതി കാരണം പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ ഒരു കൽപ്പന അനുസരിക്കാൻ, പൂർണ്ണമാക്കാൻ നമ്മുടെ ശരീരം കൊണ്ട് സാധിക്കും. ദേഷ്യപ്പെടരുതെന്ന് എത്ര തീരുമാനിച്ചാലും അഡ്രിനാലിൻ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോഴേക്കും അങ്ങ് കത്തി പിടിച്ചാൽ നമുക്ക് കയ്യിലിരിക്കുന്ന എന്തെങ്കിലും തല്ലിപ്പൊട്ടിക്കണം തോന്നും, 2 വർത്താനം പറയണം തോന്നും, ചിലപ്പോൾ തലക്കെട്ടടിക്കണം തോന്നും, ചിലപ്പോൾ അതിൽ ഓടണം തോന്നും. അഡ്രിനാലിന് ഇത് അഡ്രിനാലിൻ എങ്ങനെ നിന്ന് പോയാൽ നമ്മൾ തട്ടിപ്പോവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അത് തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് റിലീഫിന് വേണ്ടിയാണ് നെഞ്ചത്തടിക്കുന്നതും കരയുന്നതും വേറൊരുത്തന്റെ തലക്കെട്ടടിക്കുന്നതിനെല്ലാം റീസൺ അത്. ഇപ്പൊ ചെറുപ്പത്തിൽ അപ്പനന്മാർ നല്ലൊരു അപ്പനന്മാരുടെ അടി കൊണ്ട് വളർന്ന കുട്ടിയാണെങ്കിൽ അപ്പനോടുള്ള ഒരു മറിഞ്ഞു കിടക്കുന്ന ദേഷ്യം ആ കൊച്ചിന്റെ ഉള്ളിലുണ്ടാവും. ആരെ കാണുമ്പോൾ അപ്പന്റെ സ്ഥാനത്തുള്ളവരെ എല്ലാം എങ്ങനെയെങ്കിലും കൂട്ടാമെന്നുള്ളതായിരിക്കും അവന്റെ ചിന്ത. അപ്പൊ സൈക്കാട്രിസ്റ്റുകൾ ഇവരെ കണ്ടിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്യും, ഒരു ചാക്കിനകത്ത് മണൽ വെച്ച് കെട്ടി തൂക്കിയിട്, എന്നിട്ട് അപ്പൻ തന്നെ പേരിട്,
എന്നിട്ട് ഇടിച്ചിടിച്ചിടിച്ച് പഞ്ചറാക്കുക. കാരണം നേരിട്ടടിക്കാൻ പറ്റത്തില്ല. ഇത് സൈക്കാട്രിക് ടെക്നിക്കുകൾ അതൊക്കെ. അപ്പൊ നമ്മുടെ വികാരങ്ങളെല്ലാം അങ്ങനെ അങ്ങ് പൊക്കോളും എന്ന് പറയും. പക്ഷെ ഇത് പിന്നെയും വരും. ഇത് തൽക്കാല ആശ്വാസം, ഇതൊക്കെ തൽക്കാല ആശ്വാസം പിന്നെയും വരും. കാരണം അന്നേരം പിന്നെയും വരുമെന്ന് വെച്ചോ. ഇത് അടിച്ചിട്ടും ഈ ദേഷ്യം കുറയുന്നില്ലെന്ന് വിചാരിച്ചോ. അപ്പൊ അവർ നമുക്ക് മരുന്ന് തന്നെ എവിടെയെങ്കിലും കിടത്തും. കാരണം ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇതാണ് ഈ ലോകത്തിന്റെ പാവാവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് ഇന്നേ വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓ എന്റെ ദൈവമേ, എന്തോ ഒരു ഹോർമോണിന്റെ പ്രോബ്ലം ഒന്നും അറിയത്തില്ല, എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹവും കരുണയൊക്കെ തോന്നുന്നു. അങ്ങനെ ഇന്നേ വരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദേഷ്യം വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്, മൂടിയായിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെ കൺട്രോൾ ഇട്ട് പോകുന്നുണ്ട്, അതൊക്കെ ഉണ്ട് ഹോർമോണുള്ള സംഭവിക്കും. പക്ഷേ അകപ്പേ സ്നേഹം ഉണ്ടാവില്ല. കർത്താവിന്റെ കൽപ്പന അനുസരിക്കാണ്ട് ഒന്നും നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോണും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കൊരു നിസ്സഹായാവസ്ഥയുണ്ട് നമ്മളൊന്നും അനുസരിക്കണം. ഇതാണ് നമ്മുടെ നിസ്സഹായസ്ഥ, പാപത്തിന്റെ സ്ലേവറി, ശരീരത്തിൽ വസിക്കുന്ന പാപം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. അപ്പൊ ശരീരത്തിന്റെ വിടുതലിലൂടെ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ശരീരത്തിന്റെ വിടുതലിലൂടെ മാത്രമേ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജയിക്കാൻ നമുക്ക് സാധിക്കൂ. ഓക്കെ, ശരീരത്തെ വീണ്ടെടുക്കണം. അപ്പൊ ശരിക്കും ശരീരം തേജസ്കരിക്കപ്പെട്ട് കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നത് വരെയും നമ്മൾ ഞെരുക്കത്തോടെ കാത്തിരിക്കുകയാണ് ഈ പാപത്തിന്റെ അധീനതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി. പാപത്തിന്റെ സ്ലേവർ. വേറൊരു ഭാഷ പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. കർത്താവ് സ്നേഹിക്കുന്നവർ സ്നേഹിക്കും. അടുത്ത വാക്യം, തന്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹം നടക്കുന്നു. കാരണം നീതി. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന സഹോദരന് വേണ്ടി, നിങ്ങൾ സൂമിൽ നോക്കിയാണ് അടുത്തിരിക്കുന്ന ആളെ, ആ സഹോദരന് വേണ്ടി എന്റെ പ്രാണൻ കളയാൻ ഞാൻ അത്ര അവനെ സ്നേഹിക്കുന്നു. ഒരുത്തൻ എന്നെ തല്ലുകയാണെങ്കിൽ അവൻ എന്നെ തല്ലി കൊന്ന് എന്റെ അവസാനത്തെ തുള്ളി ചോര വരെ വീഴുന്നവരെ ഞാൻ അവനോട് ക്ഷമിക്കും. ഇങ്ങനെയുണ്ട്. ഇതാണ് കർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇടയിലുള്ളതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ച് പ്രസാദിപ്പിച്ച കർത്താവായ യേശുക്രിസ്തു മാത്രം. അതെങ്ങനെ പ്രസാദിപ്പിച്ചത്? അവൻ അനുസരണത്തിൽ തികഞ്ഞവനായി, അല്ലെ? മരണത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂശിലെ മരണത്തോളം താഴ്ചയുള്ളവനായി, അനുസരണമുള്ളവനായി. അപ്പൊ ശത്രുവിന് വേണ്ടി ജീവൻ കളയാൻ പറ്റുക എന്ന് പറയുന്നതാണ് ശരിക്കുള്ള സ്നേഹം. കർത്താവ് അങ്ങനെയാണ് നമുക്ക് വേണ്ടി ചെയ്തത്. അപ്പൊ നമ്മോട് ഡിമാൻഡ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്ന് നിങ്ങൾ 100 രൂപ കൊടുത്തു, അങ്ങനെ കൽപ്പനയില്ല 100 രൂപ കൊടുക്കാൻ. എന്താ കൽപ്പന? അവനെ കർത്താവ് നിന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കാനാണ് കൽപ്പന. 100 രൂപ കൊടുക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ അവനോടൊരു സഹോദരനെ പോലുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ എന്റെ ഹോർമോൺ അനുവദിക്കുന്നില്ല. എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ആ ഒരു അകപ്പ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ പൗലോസ് പറയാണ്, ന്യായപ്രമാണം നല്ലതാണ്, പക്ഷെ തന്നിരിക്കുന്നത് ഒരു അടിമയ്ക്കാണ്. പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ട ഒരടിമ. ആ അടിമയ്ക്കോടാണ് കർത്താവ് പറയുന്നത്. ഈ പാപത്തിന്റെ അടിമയോട് പറയാണ്, നിനക്ക് എടുത്താ പൊങ്ങാത്ത ഭാരം ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം നമുക്ക്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഈ സുവിശേഷത്തിന്റെ നീതി നമുക്ക് മനസ്സിലാവുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, വി കനോട്ട് ഡു എനിത്തിങ്. ഇത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് മീ. ഓക്കെ, അപ്പൊ കർത്താവ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ആണ് നമുക്കുള്ളത്. അപ്പൊ അതാണ് പാപത്തിന്റെ ദാസ്യത്വം എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാൽ അതിനകത്തൊരു ഇംപെർഫെക്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ അതിനകത്തൊരു ഇംപെർഫെക്ഷൻ ഉണ്ട്. എന്താ ഇംപെർഫെക്ഷൻ? എനിക്ക് നിങ്ങളോട് കർത്താവ് അത്ര സ്നേഹമില്ല, അതാണ് എന്റെ ഇംപെർഫെക്ഷൻ. അവൻ എന്നെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടതാണ്, പക്ഷെ അത്ര എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ ഐ നോ ഐ ആം ഇംപെർഫെക്റ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? കർത്താവ് പറഞ്ഞത്രേ സ്നേഹം അടുത്തിരിക്കുന്ന ആളോട് തോന്നുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും, അയാൾക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്താലും, അയാൾക്ക് കടം കൊടുത്താലും ഒക്കെ തെറ്റി, എല്ലാം സീറോയാ. കാരണം എന്താ? കൽപ്പന ഒന്നേ ഉള്ളൂ, കർത്താവ് നമ്മളെ സ്നേഹിച്ച പോലെ. അപ്പൊ നമ്മൾ ഒരു സൽപ്രവൃത്തി എമൗണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആടപ്പാവുന്നില്ല. എന്ത് ചെയ്താലും കർത്താവിന്റെ സ്നേഹത്തോട് ആടപ്പാവുന്നില്ല, നീതിയിലാകുന്നില്ല. മനുഷ്യൻ ഈസ് ഇൻകപ്പാസിറ്റേറ്റഡ്. അവന് അനുസരിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞാൽ, തുറന്ന ഭാഷയിൽ പറഞ്ഞാൽ അതിങ്ങനെയാണ്, നിങ്ങൾ നന്നായിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ വിചാരിച്ചാലും നന്നാകാൻ പോകുന്നില്ല. ഇതാണ് സുവിശേഷത്തിന്റെ 1-ാമത്തെ ഭാഗം. ബിക്കോസ് വി ആർ സ്ലേവ്സ് ഓഫ് സിൻ. മനസ്സിലായോ? എനിക്ക് ആർക്കെങ്കിലും ഇങ്ങനൊന്നുമല്ല, ഞങ്ങൾ നാളെ തൊട്ട് നന്നാവും തോന്നുന്നുണ്ടെങ്കിൽ അവരോട് ജനുവരി 1-ാം തീയതി നിങ്ങൾ കുറെ തീരുമാനം എടുത്ത് കാണുമല്ലോ, ഈ ജനുവരി ഒന്ന് പോട്ടെ,
കഴിഞ്ഞ ജനുവരി 1 എടുത്ത തീരുമാനങ്ങളിൽ ഓർമ്മയുണ്ടോ? തീരുമാനം എടുത്ത അനുസരിച്ച് നമ്മൾ നന്നായിരുന്നെങ്കിൽ പണ്ടേ കർത്താവ് വന്നേ. നമ്മൾ എത്രയോ വിശുദ്ധന്മാരായി മാറിയനെ. പക്ഷെ തീരുമാനം എടുക്കുന്ന പോലൊന്നും നമുക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല. ഇതിനെയാണ് പാപത്തിന്റെ സ്ലേവറി എന്ന് പൗലോസ് പറയുന്നത്. നമുക്ക് നോക്കാം ഈ സ്ലേവറി എന്താന്ന്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ 21 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാം. 21 റോമാലേഖനം 7:21. അത് അല്ലെങ്കിൽ ഞാൻ വായിക്കാം. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളഞ്ഞു. അതിന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ അടിമയാക്കി മാറ്റുന്നു. എവിടെയാ പാപപ്രമാണം ഉള്ളത്? അവയവങ്ങളിൽ. അടുത്ത വാക്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിൽ നിന്ന് അധീനനായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു. ഓക്കെ, മതി മതി. ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. യു പ്രിഫർ ഇംഗ്ലീഷ് ഓർ മലയാളം? ഞാനത് ചോദിച്ചില്ല തോന്നുന്നു. ബോത്ത്. ഓക്കെ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് there is sin in the flesh. നമ്മുടെ ശരീരത്തിൽ പാപമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഓക്കെ, പാപത്തിന്റെ അടിമകളാണ്. നമ്മൾ എത്ര നല്ല തീരുമാനം എടുത്താലും there is sin in it. ഞാൻ ഇതിന്റെ എക്സാമ്പിൾ പറയാം. അപ്പൊ നിങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് കേരളത്തിൽ വന്നു എന്ന് വിചാരിച്ചു. കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു ചർച്ചിന് കുറച്ച് പണം സംഭാവന ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. നിങ്ങൾ നേരെ പാസ്റ്റർ അടുത്തേക്ക് എന്നിട്ട് പണം കൊടുക്കാണ് പാസ്റ്റർ. പാസ്റ്റർ ഇരിക്കട്ടെ, എത്ര കൊടുക്കണം? ഒരു 5 ലക്ഷം ആയിക്കോട്ടെ അല്ലെ? പാസ്റ്റർ പറയാണ്, അല്ല നമുക്ക് സങ്കല്പിക്കുന്നതിന് ചെലവൊന്നുമില്ല. 5 ലക്ഷം രൂപ പാസ്റ്ററിനെ കൊടുത്തിട്ട് പറയാ, പാസ്റ്ററെ ചർച്ച് പണിയാൻ വേണ്ടി ഞങ്ങളുടെ ഒരു സംഭാവനയാണ്. പാസ്റ്റർ എന്ത് പറയും? സങ്കല്പിച്ചെങ്കിൽ ഇന്ത്യയിൽ ഒരു പാസ്റ്റർക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും പറയുന്ന പുള്ളി? തീർച്ചയായിട്ടും പറയും, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, പ്രൈസ് ദി ലോർഡ്, എന്റെ പാസ്റ്ററെ ബ്രദറെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു എങ്ങനെ നമ്മുടെ പണിയൊന്ന് പൂർത്തിയാക്കും, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറയല്ലേ. ഇനി സപ്പോസ് അങ്ങനൊന്നും പറഞ്ഞില്ലെന്ന് വിചാരിച്ചു. നിങ്ങൾ 5 ലക്ഷം രൂപ, എത്രയുണ്ട്? 5 ലക്ഷം. ഓക്കെ, ഞാൻ തന്നേക്ക്. ഞാൻ ചെക്ക് മേടിച്ച് വെച്ചിട്ട് ഒരു രസീത് എഴുതുന്നത്. ഓക്കെ ബ്രദർ, ശരി, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു വിട്ടാലോ? വിഷമം തോന്നുന്നില്ലേ? നമ്മൾ ഇത്തിരി പുകഴ്ത്തിൽ കേൾക്കണം നമ്മൾ ഉള്ളിൽ ആഗ്രഹിച്ചില്ലായിരുന്നു അത് കൊടുക്കാൻ നേരം. ഇനി പുകഴ്ത്തുമ്പോ അയ്യോ വേണ്ട പാസ്റ്ററെ, എനിക്ക് അങ്ങനെ പുകഴ്ത്തൽ അങ്ങനെയൊന്നും പറയണ്ട, ഇതെല്ലാം ദൈവം തന്നല്ലേ എന്ന് പറഞ്ഞാലും, പാസ്റ്ററെ എനിക്ക് അങ്ങനെ പുകഴ്ത്തൊന്നും ഇഷ്ടമില്ല, ഇതെല്ലാം കർത്താവിന്റെ പണമല്ലേ എന്ന് പറഞ്ഞാലും, ഓക്കെ, ചിലപ്പം പാസ്റ്റർ പുകഴ്ത്തുണ്ടായിരിക്കും. എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ ഇതൊരു നല്ല പ്രവൃത്തിയായിട്ട് അയാളുടെ ഉള്ളിൽ രജിസ്റ്റർ ആകണമെന്നും എന്നോട് അതിന്റെ പേരിൽ ഇത്തിരി സ്നേഹം കാണിക്കുന്ന ഒരു പ്രതീക്ഷയില്ലേ? ഇനി അയ്യോ പാസ്റ്ററെ ഇതൊന്നും പറയണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ഹംബിളും കൂടെയാണ് എന്ന് അവര് വിചാരിച്ചോളൂല്ലേ. എനിക്ക് അങ്ങനെ പേര് വരാനൊന്നും ആഗ്രഹമില്ല. നോക്കിയോണം മനുഷ്യന്റെ ചിന്താഗതികൾ അല്ലെ. എന്ത് ചെയ്താലും പാവോ. അവിടെ പുകഴ്ത്തൽ സ്വീകരിച്ചാൽ പാവമാണ്, സംശയമില്ല. പുകഴ്ത്തൽ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മൾ പറയല്ലേ എന്നെ പുകഴ്ത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പുകഴ്ത്തലൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാൾ, അവിടെ നമ്മൾ പേരെടുത്തിട്ടേ പോകും. ഇത് ഐൻസ്റ്റീൻ ഒരു തിയറി ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സോറി ന്യൂട്ടന്റെ ഒരു തിയറിയാണിത്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. കേട്ടിട്ടുണ്ടോ? ടു എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾ എന്ത് നന്മ ചെയ്താലും നിങ്ങൾ പ്രാണനിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ പ്രാണനെ സ്വയനീതിക്ക് അടിമയാക്കുന്ന ഒരു കൗണ്ടർ ഫോഴ്സ് എപ്പോഴും ആ ഒരു പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു. ഭാര്യ ഭർത്താവിനെ പറയില്ല നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചെനിക്ക് കിട്ടുന്നില്ല, അതാണ് പറയുന്നത്. അപ്പൊ സ്നേഹം നിസ്വാർത്ഥമല്ല, ഇങ്ങോട്ടും കൂടെ വേണമെന്ന് നിർബന്ധമുണ്ട് അതിനുണ്ട് അല്ലെ. തിരിച്ചു അതുപോലെ നമ്മൾ എന്ത് ഉപകാരം ആർക്കെങ്കിലും ചെയ്താൽ അയാൾ ഒരു ഇത്തിരി ലോയൽറ്റി എന്നോട് കാണിക്കണം, ഞാൻ പറയുന്നൊന്ന് കേൾക്കണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും മിഷനെ സപ്പോർട്ട് ചെയ്തിട്ട് മിഷണറി വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു വാക്കിനും അയാൾ വില വെച്ചില്ലെങ്കിൽ നിങ്ങൾ നാളെ അയാളെ സപ്പോർട്ട് ചെയ്യുമോ? എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതായത് മിഷൻ ഫീൽഡിൽ ഒരാൾ പോയാലും പൈസ കൊടുക്കുന്ന ആൾ ആരാണോ ആ ആള് പറയുന്നത് കേൾക്കണം മിഷണറി എന്നാണ് ഈ പൈസ കൊടുക്കുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അതെന്താ അങ്ങനെ? അവരെ ദൈവം വിളിച്ചവർ ചെയ്തുകൂടെ?
So we are confessing with our heart that Mammon shall decide how a mission should go, because we come with Mammon, we decide, you obey. ഇത് ഹംബിൾ ഗിവിംഗ് അല്ല, അത് കൺട്രോൾ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ഗിവിംഗ് യു മണി ആൻഡ് വി വിൽ ഡയറക്റ്റ് യു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു ലിസൺ ടു അസ്, നോട്ട് ബിക്കോസ് ഗോഡ് സെൻഡ് അസ് ടു യു, ബട്ട് ബിക്കോസ് വി ബ്രിങ് യു മാമോൻ. ചോദിക്കുവാണെങ്കിൽ മിഷനൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിനകത്ത് എല്ലാം ഈ കൗണ്ടർ ഫോഴ്സ് തിരിച്ചറിയാൻ പറ്റാതെ നമ്മളെല്ലാം ഈ സെൽഫിനകത്ത് കുരുങ്ങിയേക്കുവാ. ഐ ഡോണ്ട് നോ വെദർ യു അഗ്രി വിത്ത് മീ ഓർ നോട്ട്. സാന്റിഫിക്കേഷനിലേക്കല്ല നമ്മൾ നടത്തുന്നത്, നമ്മളെ നടത്തുന്നത് സ്വയനീതിയിലേക്കാണ്. ഞങ്ങൾ മിഷനൊക്കെ കൊടുക്കുന്നുണ്ട് ബ്രദറെ, പക്ഷെ മിഷന് കൊടുക്കുക മാത്രമല്ല, മിഷണറിമാരെ വരച്ച വരയ്ക്ക് നിർത്തുകയും ചെയ്യുന്നത്, റിപ്പോർട്ട് വരച്ച് വെച്ച്, അല്ലെ? ഞാൻ പണ്ട് ആന്ധ്രയില് ഒരു മിഷണറി ആയിരുന്നു. അപ്പൊ ഒരു മിഷൻ സംഘടന അതിനകത്ത് ഞാൻ ചേരണം എന്ന് പറഞ്ഞ് ഒത്തിരി നിർബന്ധിച്ചു. അപ്പോ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു മെന്റർ പോലുള്ള ഒരു ആൾ എന്നോട് ഇത് പറഞ്ഞുകൊണ്ട് ഞാനത് അവരുടെ മീറ്റിങ്ങിന് പോയി ആദ്യത്തെ പ്രാവശ്യം. അപ്പൊ അവര് പൈസ എന്ത് വേണമെങ്കിലും സഹായം ചെയ്യാം, ഞങ്ങളുടെ ട്രസ്റ്റിൽ ചേരണം. അപ്പൊ ഇത് എൻ്റെ ഒരു മെന്റർ ഇത് നിർബന്ധിച്ചോണ്ട് ഞാൻ അവരുടെ മീറ്റിങ്ങിന് പോയത്. മീറ്റിംഗ് ഒരു 7 മണിയാകുമ്പോൾ തുടങ്ങും, ഇവർ വട്ടത്തിൽ നിന്ന് സംസാരിച്ചോണ്ട്. അപ്പോ ഇവരുടെ സംസാരം ഞാൻ കേൾക്കുന്നുണ്ട്, മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഒരാൾ പറയാണ്, എനിക്ക് പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. എന്നിട്ടാണ് ചോദിച്ചാൽ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഈ പണം, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. അതായത് ഞാനൊരു ത്രില്ലായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹിസ് ഓൺ ലസ്റ്റ് ഫോർ മണി, ഇറ്റ്സ് അബൌട്ട് സമ്മൺ എൽസസ് ലസ്റ്റ്. എനിവേ, ആയിക്കോട്ടെ, ജോലിയാണ്, പ്രൊഫഷനാണ്. ഇങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലീഡർ വന്നു എന്നോട് സംസാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഇവരിപ്പോ ഇതാ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ. ദാറ്റ് ഈസ് ക്വൈറ്റ് ഫൈൻ, കാരണം അത് അവരുടെ ജോലിയാണ്, ദേ ക്യാൻ സ്പീക്ക് അബൌട്ട് ദാറ്റ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഞാൻ ഓങ്കോളിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഡയറക്ടർ ബോഡി ഇവരെന്താണ് ചെയ്യുന്നത്? അവർ എന്നെ നിയന്ത്രിക്കണം എന്ന് ഞാൻ സമ്മതിച്ചു തരാൻ എന്റെ കയ്യിൽ എന്ത് കാരണമാണുള്ളത്? Why should I obey you? Tell me a reason. Because you give me mama. That's the only reason. അതുകൊണ്ട് ഈ പണി വേണ്ട എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് വി ടേക്ക് ഡിസിഷൻസ് ആസ് പെർ മാമൻ. ഇതൊക്കെ അടിമത്തം, നമുക്ക് വേറെ വഴിയില്ല. നമുക്ക് ഈ ബുദ്ധിയുടെ ഒരു വഴിയേ ഉള്ളൂ ആകെ. അതിന് നമ്മൾ അടിമകളാ, വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാസ്റ്റ്, റിലീജിയൻ, എഡ്യൂക്കേഷൻ, മണി, നമ്മുടെ ചിന്തകളെല്ലാം സ്വാധീനിക്കുന്നതും തീരുമാനം എടുപ്പിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സാണ്, ലോകത്തിന്റെ ഫാക്ടേഴ്സാണ്. ഇതിനെ നമ്മൾക്ക് സ്ലേവറി എന്ന് വിളിക്കാം. സ്ലേവറി, അടിമത്തം. വി ആർ സ്ലേവ്സ് ഓഫ് സിൻ. കല്യാണം കഴിക്കും. ഞാൻ സ്ലേവറിയെ കുറിച്ച് പറയാൻ നേരത്തെ എന്റെ ജീവിതത്തിൽ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് റിസർവേഷൻ ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു. നിന്ന് പോവാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അസാധ്യമായിരുന്നു. കാരണം ഞാൻ വലിയ തടിയനായിരുന്നു, ഒരിത്തിരി കുറഞ്ഞത്. തടിയും വെച്ചോണ്ട് എന്നെ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ ചെറിയ വ്യത്യാസം തോന്നുമായിരിക്കും എന്നെ ഇപ്പൊ കാണുന്നു. കഴിഞ്ഞ 7-8 മാസമായിട്ട് വീട്ടിലിരിപ്പായതുകൊണ്ട് ഒരു ഡയറ്റിങ്ങിലൂടെ ഒരു 29 കിലോ കുറച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ പണ്ട് ഇത്തിരി തടി കൂടുതലായിരുന്നോണ്ട് എനിക്ക് KSRTC ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. കാരണം ഈ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ഒരാൾക്ക് അത് ഭയങ്കര അസൗകര്യമായിരിക്കും അടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് റിസർവേഷൻ ഇല്ലാതെ ഞാൻ എങ്ങും പോകില്ല, എൻ്റെ ഒരു നിർബന്ധമാണ്. പിന്നെ ഏത് മിഷൻ ഫീൽഡിൽ ചെന്നാലും ഐ നീഡ് എ ക്ലീൻ ടോയ്ലറ്റ്. ഇത് രണ്ടും എനിക്ക് ഭയങ്കര നിർബന്ധം. പക്ഷെ ദൈവം ഇത് രണ്ടും
തകർത്ത് തരിപ്പണമാക്കി. അതിനർത്ഥം എന്താണെന്നറിയാം? ഐ ക്യാൻ മൂവ് ആസ് ദ ലോർഡ് കമാൻഡ്സ് മീ. എനിക്ക് ഒബ്ജക്ഷൻസും തടസ്സങ്ങളൊന്നും അതില്ല, ഇതില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ദൈവത്തിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിടണമെങ്കിൽ ആദ്യം അവിടെ ടോയ്ലറ്റ് പണിയണം, എന്നെ വിടണമെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിനിന് റിസർവേഷൻ ഒപ്പിച്ചു തരണം, ഇങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഞാനിത് പറയാൻ കാരണം നമ്മളെ അടിമകളാക്കി വെക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് അതിനപ്പുറത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലിമിറ്റേഷൻ, എനിക്ക് ഈ ആഹാരം പിടിക്കുള്ളൂ, എനിക്ക് ഇങ്ങനെയുള്ള ചില ചിട്ടകളൊക്കെ ഉണ്ട്. അപ്പം God is limited. He cannot use you everywhere. He cannot ask you to go about anywhere He wishes you to go. അത് ശരിക്കും ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഓക്കെ, അപ്പോൾ പണം ഉള്ളിടത്ത് നമ്മൾ ഓടും, തിരിയും, മറിയും, ഇതെല്ലാം ഫ്ലഷാണ്. നമ്മുടെ തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന എല്ലാം നമ്മുടെ ജഡമാണ്. പ്രസംഗിക്കാൻ വിളിക്കുമ്പം ആരാണ് വിളിച്ചത്, എത്ര പേരുണ്ട്, എങ്ങനെയാണ്, ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്തിനാണെന്നറിയോ? ബിക്കോസ് ഹീസ് നോട്ട് ഫ്രീ, ഹീസ് ബൗണ്ട് ബൈ മാമൻ. അവൻ കെട്ടപ്പെട്ട ഒരു അടിമയാണ്. ഹിസ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ നോട്ട് ബൈ ഗോഡ്സ് സ്പിരിറ്റ് ബട്ട് ബൈ വേൾഡ്ലി കൺസിഡറേഷൻസ്. ഒരു സഭയിൽ പാസ്റ്ററായിട്ട് ചാർജ് എടുക്കാൻ നേരത്ത് ഹൗ മെനി ബിലീവേഴ്സ് ആർ ദെയർ, വാട്ട്സ് ദെയർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, വൈ? ബിക്കോസ് ഹീസ് എ സ്ലേവ്. Slave of what? Slave of sin, slave of the world. വിവാഹം കഴിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് നിങ്ങളുടെ കുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? Because you are not free. You are not free to allow God to take any decision. Because you believe only your caste has honest people, loving people. അപ്പൊ ദൈവത്തിന് അവന്റെ ഇഷ്ടത്തിനുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് വി ആർ എ സ്ലേവ്. അതുകൊണ്ട് ന്യായപ്രമാണം ദൈവത്തിന്റെ ഇഷ്ടം പോലെ, കാറ്റുപോലെ, പുതുതായി ജനിച്ചവരെ കുറിച്ച് എന്താ ബൈബിൾ പറയുന്നത്? അത് കാറ്റുപോലെ ആവുന്നു. കാറ്റ് എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു നിങ്ങൾ അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവനെല്ലാം അങ്ങനെയാവും. ദാറ്റ് മീൻസ് ഹി ഈസ് നോട്ട് ബൗണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള മടിയും കർത്താവിന് വേണ്ടി പോകാനുള്ള മടിയൊക്കെ എവിടെന്നാ വരുന്നറിയോ? ബിക്കോസ് ഈ ചില അടിമത്തങ്ങളിൽ നിന്നാണ് വരുന്നത്. ആൻഡ് വി ആർ സ്ലേവ്സ് ഓഫ് അവർ ഓൺ ഫ്ലഷ്. ഈ പാപത്തിന്റെ അടിമത്തം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ പാപം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആദ്യ പാഠങ്ങൾ, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ. വി ആർ എ സ്ലേവ് ഓഫ് ദാറ്റ് ഫസ്റ്റ് ലെസൺസ്, എലമെന്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ്. ലോകത്തിലെ ചില ആദ്യ പാഠങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നിങ്ങൾക്ക് പറയാമോ ലോകത്തിലെ ലോകത്തിന്റെ പാഠം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് എന്തായിരിക്കും? പണം. പണമില്ലാത്തവൻ പിണം. ശവം. പിണം എന്ന് പറഞ്ഞാൽ ശവം. പണമില്ലാത്തവൻ പിണം എന്ന് പറഞ്ഞാൽ പണമില്ലാത്തവൻ വെറും ശവം എന്നാണ് ഇവിടുത്തെ മലയാളത്തിൽ ഒരു പഴയ ചൊല്ല്. ഒത്തിരി വിശ്വാസികൾ ചിന്തിക്കുന്നുണ്ട് മണി. ഇനി മിനിസ്ട്രി പോലും ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയും പലർക്കും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയും, മോഹങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി. പാപത്തിന്റെ അടിമത്തം ഇതല്ല. വി ക്യാൻ തിങ്ക് ഓൺലി ഇൻ ടേംസ് ഓഫ് അവർ നേച്ചർ, ഫ്ലഷ്, അവർ ഡിസൈർസ്. അപ്പൊ ഇതിനകത്ത് സ്വയം രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. കാരണം വി ഡോണ്ട് ഹാവ് എ റിഡീംഡ് ബോഡി. ഇറ്റ്സ് അണ്ടർ പ്രോസസ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി റിവീൽഡ് ഇൻ ഗ്ലോറി ലേറ്റർ, at a later time. But now, ഇപ്പോൾ ഈ ശരീരത്തിൽ ജഡമാണ്. ഇതിൽ പാപത്തിന്റെ ചിന്തകൾ വരുന്ന ഒരു ശരീരമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പാപത്തിന്റെ അടിമത്തം എന്ന് പറയുന്നത്. We were all slaves of sin.
എന്നാൽ ഈ പാപത്തിന്റെ അടിമകളായ നമ്മെ അവൻ നീതിക്ക് ദാസന്മാരാക്കി മാറ്റി. റോമാലേഖനം 6-ാം അധ്യായം 17-18 ആണെങ്കിൽ വായിക്കും. ഞാൻ പറയുന്നു. അപ്പോൾ റോമർ 6:17-18 വായിക്കും. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പൊ രണ്ട് ദാസ്യത്വത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടെന്ന്, പാപത്തിന്റെ ദാസ്യത്വവും മറ്റൊന്ന് നീതിയുടെ ദാസ്യത്വവും. എങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടത് പാപത്തിന്റെ ദാസ്യത്വത്തിൽ നീതിയുടെ ദാസ്യത്വത്തിലേക്ക്? അപ്പോസ്തലന്മാരുടെ ഉപദേശം ശ്രദ്ധയോടെ അനുസരിച്ചിട്ടാണ്, അല്ലെ? എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ, സോ എ ഫോം ഓഫ് ഡോക്ട്രിൻ given to you by the apostles, അതിനെ അനുസരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മൾ മാറി നീതിയുടെ അടിമകളായി മാറുന്നത്. എപ്പോഴാണ്? അപ്പോസ്തലന്മാർ നമുക്ക് തന്ന ആ ഒരു ഉപദേശ രൂപത്തെ ശ്രദ്ധയോടെ കരുതലോടെ അനുസരിക്കുന്നു. When you obey the apostolic doctrine, you are liberated from the slavery of sin to slavery of godly divine righteousness. അടിമകൾ രണ്ടിടത്ത് നിസ്സഹായരാണ്. ആദ്യത്തെ കേസിൽ അടിമകൾക്ക് പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്നാൽ രണ്ടാമത്തെ കേസിൽ ആളുകൾക്ക് നീതിമാന്മാരാകാതിരിക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ നീതിയുടെ ദാസ്യത്വം അല്ലെങ്കിൽ സ്ലേവറി എന്ന് പറയുന്നത്. ഈ പാപത്തിന്റെ ദാസ്യത്വത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാകുന്ന എങ്ങനെയാണ്? ഡു യു സ്റ്റിൽ നോ that you were once slaves of sin? നിങ്ങൾ പാപത്തിന്റെ അടിമകളായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, 20-21 വാക്യങ്ങൾ ഞാൻ വായിക്കാം. റോമർ 5:20. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പൊ കൃപ വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഹൈപ്പർ ഗ്രേസ് എന്ന് പറഞ്ഞൊരു ഉപദേശം വന്ന് കുറെ പേരെ വഴിതെറ്റിച്ച് ഈ വാക്യം വെച്ചിട്ടാ. എന്താ അവർ പറഞ്ഞെന്നറിയാം? ഇതാണ്, കൃപ പെരുകാൻ പാപം നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ മേലിൽ കൃപ വരും. നിങ്ങൾ കൃപ പെരുകാൻ വേണ്ടി പാപം ചെയ്യാൻ അവർ പറഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ പറഞ്ഞു, പാപം ചെയ്താൽ നിങ്ങൾ വിഷമിക്കേണ്ട, പാപം ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൃപ പെരുകിക്കൊണ്ടിരിക്കാം. സെയിം അത് തന്നെയാണ്. ദാറ്റ് മീൻസ് യു ക്യാൻ ഡു എനിത്തിങ് എന്നുള്ള ലൈസൻസ് ആണ്. പക്ഷെ എങ്ങനെ പാപം പെരുകുന്ന കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത്? ചെയ്തു പെരുകുന്നതിനെ കുറിച്ചാണോ അവിടെ പറഞ്ഞേക്കുന്നത്? അല്ല. മുഴുവൻ വായിക്കാത്തതുകൊണ്ട്, നമ്മുടെ വേദപുസ്തകത്തിൽ മുഴുവൻ വായിക്കാത്തതുകൊണ്ട് ഒത്തിരി പ്രോബ്ലംസ് നമുക്കുണ്ട്. നോക്കിയേ, എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? റോമർ 5:20. ലംഘനം പെരുകേണ്ടതിന് എങ്ങനെ പെരുകിയത്? ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. അപ്പൊ എങ്ങനെയാ ലംഘനം പെരുകിയത്? ന്യായപ്രമാണം ഇടയിൽ വന്നോണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലംഘനം ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ മേല. അല്ലാതെ ചെയ്തു പെരുകിയതല്ല. ആണോ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ലംഘനം ചെയ്താൽ, പാപം ചെയ്താൽ കൃപ പെരുകുന്നാണോ? അല്ല. ന്യായപ്രമാണം വന്ന് കയറി നമ്മളെ നിരപ്പാക്കും. ന്യായപ്രമാണം പറഞ്ഞു തരും, പാപിയാണ്, മഹാപാപിയാണ്, നിനക്ക് രക്ഷയും എന്ന് ന്യായപ്രമാണം പറഞ്ഞു തരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ പാപങ്ങൾ പെരുകും. മീൻസ് നമ്മൾ വലിയ പാപികളാണ് നമ്മൾ തിരിച്ചറിയും. നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഭയങ്കര ഗമയ്ക്ക് പോയി നിന്ന് അവകാശം പറഞ്ഞ് മക്കളല്ലേ കർത്താവേ എന്നൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ന്യായപ്രമാണത്തിലെ കൽപ്പനകളൊന്നും അനുസരിക്കാതെ ഡയലോഗ് അടിക്കുന്നുള്ള കാര്യം മനസ്സിലാകും. അപ്പൊ ഒരു കാര്യം പിടികിട്ടും, ഞാൻ പാപത്തിന്റെ അടിമയാണ്. അത് മനസ്സിലാക്കി തരുന്ന ആരാണ്? ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. അപ്പൊ ന്യായപ്രമാണം എന്തിനുള്ളതാ? നമുക്ക് പാപബോധം വരുത്താനുള്ളതാ. ആണോ? ഈ ന്യായപ്രമാണം നമ്മളെ നീതിമാന്മാരാക്കാൻ വേണ്ടിയുള്ളതല്ലായിരുന്നു.
അത് നമുക്ക് പാപബോധം വരുത്താനുള്ളതായിരുന്നു. അപ്പൊ ഹൈപ്പർ ഗ്രേസായിട്ട് പറഞ്ഞു, അതാണ് ഞങ്ങൾ പറഞ്ഞത്, നമുക്കിനി പാപബോധം അല്ല വരേണ്ടത്, നീതിബോധമാണ്. അങ്ങനെ ഒരു സെപ്പറേറ്റ് ബോധം ഇല്ല. നീതിബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ പാപിയാന്ന് എനിക്ക് മനസ്സിലാകുന്നത്, അല്ലെ? നീതി എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ എനിക്ക് പാപം എന്താണെന്നറിയോ? അപ്പൊ നീതി എന്താന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് അയ്യോ ഞാൻ പാപിയാണല്ലോ എന്ന്. ക്രിസ്തുവിന്റെ നീതി എനിക്ക് മനസ്സിലായപ്പോൾ, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ഒരു കാര്യം പിടികിട്ടി, അയ്യോ ഞാൻ സ്വർഗത്തിൽ പോകാനുള്ള ഒരു സാധ്യതയുമില്ല. ഐ ആം എ സിന്നർ, ഐ ആം എ വിക്കറ്റ് മാൻ, ഐ ആം എൻ എനിമി ഓഫ് ഗോഡ് എന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ എന്റെ ലംഘനം പെരുകിയത്. ഈ ലംഘനം പെരുകിയതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാനാണ്. ഞാൻ മാനസാന്തരപ്പെടുന്ന നേരത്ത് അതിന് 1 മിനിറ്റ് മുമ്പ് വരെ എനിക്ക് ഒരു പാപവും ഇല്ലായിരുന്നു. ഒരു പാപവും ഇല്ലായിരുന്നു. അതായത് എന്നോട് ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേനെ ഞാൻ ഒരു പാപവും ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞേ. അല്ല, ഒരുപക്ഷെ ഇങ്ങനെയെങ്കിലും പറഞ്ഞു. പാപമൊക്കെ ചിലതൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ അപ്പൊ തന്നെ സെറ്റിൽ ആക്കിയിട്ടുണ്ട് എന്നേ പറയുമായിരുന്നു. പക്ഷേ ഈ ന്യായപ്രമാണം എനിക്ക് മനസ്സിലായപ്പോ ഒരു കാര്യം മനസ്സിലായി, എന്നെപ്പോലൊരു മഹാഭാവി ലോകത്തൊരിടത്തുമില്ല. ഇതെങ്ങനെയാണ് വർദ്ധിച്ചതെന്നറിയോ? എന്റെ ഉള്ളിൽ എങ്ങനെ പെരുകിയത് എങ്ങനെയാണെന്നറിയോ? ഞാൻ കർത്താവിന്റെ ന്യായാധിപ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുവാണ്. എനിക്ക് ഒരു വിധി വേണം രക്ഷപ്പെടാൻ. അതിനാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പൊ കർത്താവിന്റെ ന്യായാധിപ സിംഹാസനത്തിൽ നിൽക്കുമ്പോൾ എന്റെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പള്ളിയിൽ കൃത്യമായിട്ട് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റ് കൊസ്രക്കൊള്ളി പരിപാടികൾക്കൊന്നുമില്ല. പഠിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, വൈകിട്ട് എല്ലാവരും കൂടി ഓർത്തഡോക്സ് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നു, ചർച്ചിൽ ഞായറാഴ്ച പോകുന്നു, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഒരു ന്യായമായിട്ട് ദൈവത്തിന് എന്നോടൊരു സ്നേഹമായിരിക്കും. കുഴപ്പക്കാരനല്ല, മറ്റു കുട്ടികൾ നടക്കുന്നില്ല. യാക്കോബയില ആ ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതും. 15 വർഷം. പ്രീ ഡിഗ്രി ആയപ്പോൾ ഞാൻ അത് ഉപേക്ഷിച്ചു. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അച്ഛനെ കണ്ടപ്പോൾ വിഷമം തോന്നി. ചർച്ചിൽ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന അച്ഛനെ കണ്ടപ്പോൾ ഇനി മേലാൽ ഇവരെ കഷ്ടപ്പെടുത്തേണ്ടെന്ന് തീരുമാനിച്ച് ഞാൻ അതോടുകൂടി ഓർത്തഡോക്സ് പള്ളിയിൽ പോയി നിർത്തി. ഈ കഷ്ടം തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്നുള്ളതായിരുന്നു. അവരങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, കുന്തിരിക്കം എടുത്ത് കൊടുക്കുന്നു, അത് വീശി കാണിക്കുന്നു, കുറച്ച് പുക നിറയുന്നു, കിലുകില് മണിയടിക്കുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ? യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ വട്ടം കൂടിയിരുന്ന് ഇതായിരുന്നു ആ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് ശിഷ്യന്മാരെ വിളിച്ച് മലമുകളിൽ പോയിട്ട് ഇങ്ങനെ അവിടെ ഒരു തിരശ്ശീല കിട്ടി അതിനപ്പുറത്ത് നിന്ന് ഇങ്ങനെ മണിയടിക്കാൻ 2 ശിഷ്യന്മാരെ വെച്ചിരിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് തലതിരിഞ്ഞ ചിന്തകളാണ് വരുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടൊന്നുമില്ല അന്ന്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയത്, ദൈവം ഇങ്ങനൊന്നും ആവശ്യപ്പെടുന്നില്ല. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച അവരുടെ ഒരു പാട്ടാണ്. ആദ്യാചാരിത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട് ഒന്നിച്ച് എഴുതുന്നുണ്ട്. സ്കറിയായ്ക്ക് അത് നൽകി മോശെ. ഓർത്തഡോക്സ് വന്നവർക്കറിയാം. സ്കറിയ യോഹന്നാനെ, യോഹന്നാൻ കർത്താവിനും കർത്താവുതൻ സ്ലീഹന്മാർക്കും നാനാജാതി വിഭാഗങ്ങൾക്ക് സ്ലീഹന്മാരുടെ പാട്ടാ. അതിനർത്ഥം യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എവിടെ നിന്നറിയോ? മോശ അഹരോനും കൂടെ പോയി ദൈവത്തിന്റെ അടുത്ത് വാങ്ങിച്ചിട്ട് അത് സ്കറിയ വരെ എത്തിച്ചിട്ട് സ്കറിയ അത് യോഹന്നാന് കൊടുത്തിട്ട് യോഹന്നാൻ കർത്താവിന് കൊടുത്തു. അപ്പൊ യേശുവിന്റെ പൗരോഹിത്യം മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ഒറ്റ പൗരോഹിത്യം അല്ല, അഹരോന്റെ പൗരോഹിത്യം പോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു പൗരോഹിത്യമാണ്. പ്രാപിക്കാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു, കർത്താവ് അങ്ങ് ചേർന്നോട്ടെ എന്ന് വെച്ചു. അതേ പൗരോഹിത്യം തന്നെ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഞാൻ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചു. അപ്പൊ ദൈവത്തിന് മുമ്പിൽ എന്റെ മാർക്ക് ക്ലീൻ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ 2ാം വർഷം ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് രക്ഷാനുഭൂതി വരുന്നത്. അപ്പൊ സാത്താന്റെ കയ്യിൽ എനിക്കെതിരുള്ളൊരു കുറ്റപുസ്തകമാണ് വായിച്ചു കേൾപ്പിക്കാൻ. അവന്റെ കയ്യിലുണ്ട് കേട്ടോ, നമ്മൾ ചെയ്യുന്ന എല്ലാ പണികളും. അവൻ വെറുതെ വിടുകയല്ല നിങ്ങൾ. അവരെന്ന് കർത്താവിനെ കുറിച്ച് വായിച്ചു കേൾപ്പിക്കും. നിങ്ങൾ പറയും, എന്നെ ഒരു ചെറിയ അഹങ്കാരത്തിന് വെട്ടിക്കളഞ്ഞ കർത്താവ് ദൈവന്മാരെ നീ എങ്ങനെ വെച്ചോണ്ട് എനിക്ക് സമാധാനം പറയാന്ന് പറയും. അത് വരും. പക്ഷെ ഒരു നല്ല വാർത്തയുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ, മരിക്കുന്നതിന് മുൻപ് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റു പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷെ അതിനൊരു കോർട്ട് വേണം. അവിടെ കർത്താവിന്റെ കോർട്ടിന് മുമ്പിലേക്ക് ഞാൻ ചെല്ലണം. അപ്പൊ ഞാൻ ഇങ്ങനെ ചെന്ന് നിൽക്കും. എനിക്ക് എത്ര മാർക്കാന്നറിയോ? 100 out of 100. ഒരു തെറ്റും ചെയ്യാത്ത വിശിഷ്ട മനുഷ്യൻ.
ഒരർത്ഥത്തിൽ പറഞ്ഞാല് അങ്ങനെ ഒത്തിരി പേര് ചിന്തിച്ചുകൊണ്ടിരുന്നേ, ഞാൻ മാത്രമല്ല. എനിക്ക് സ്കൂളിൽ വെച്ച് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സാറ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ഹിസ് ക്യാരക്ടർ ആൻഡ് കോൺടാക്ട് ആർ വെരി ഗുഡ് എന്ന് അങ്ങനെ കൊടുക്കാറില്ല. ആ സ്കൂളിന്റെ ചരിത്രത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഈ വെരി ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ഞാനുണ്ടായിരുന്നു. അഭിനയമായിരുന്നു ഫുൾ. എന്റെ ഒറിജിനൽ സ്വഭാവം അവർ അറിഞ്ഞായിരുന്നെങ്കിൽ എന്നെ ഒരു ദിവസം പോലും സ്കൂളിൽ വെച്ചോണ്ടിരിക്കത്തില്ല. പക്ഷെ ഐ ന്യൂ ഹൗ ടു ആക്ട് ആൻഡ് ദെൻ ജസ്റ്റിഫൈ മൈസെൽഫ്. അപ്പൊ കർത്താവിന് മുമ്പിൽ ഞാൻ ഭയങ്കര നീതിമാനായിട്ട് ചെയ്തത്. അപ്പോ സാത്താൻ എന്റെ കുറ്റം വായിച്ചേൽപ്പിക്കുക. ഈ ചേസ് ഉണ്ടല്ലോ, ഒരു കൊലപാതകനാണ്. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ, ഞാൻ ഒരിറച്ചിയും കഴിക്കുന്ന ആൾ പോലും അല്ല, വെജിറ്റേറിയൻ. ഞാനൊരു കോഴിയെ പോലും കൊന്നിട്ടില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, കോഴിയെ കൊല്ലുന്നുണ്ടെന്നും കുഴപ്പമില്ല, പക്ഷെ സഹോദരനെ ദ്വേഷിക്കുന്നവനെല്ലാം കൊലപാതകനാണ്. അപ്പൊ എന്റെ ലംഘനം പെരുകിയോ? പെരുകി. 0 ആയിരുന്നു, പെരുകി. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ ദൈവം ഇങ്ങനെയാണ് ന്യായവിധി. ഞാൻ തീർന്നല്ലോ കർത്താവേ. കൊലപാതക കുറ്റമുള്ള ഒരുത്തനെ രക്ഷിക്കാൻ പറ്റുമോ? വെറുതെ വിടാൻ പറ്റുമോ? അടുത്ത വ്യഭിചാരം, സകലതും എല്ലാം ഞാൻ സമ്മതിക്കേണ്ടി വരുമോ? ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇത് കേൾക്കുമ്പോ അകത്തുനിന്ന് മതി, നോട്ടം മതി, ആഗ്രഹം മതി, അവിടെ എല്ലാം കൽപ്പനകൾ ലംഘിക്കപ്പെടുക. ഓക്കെ, അവസാനം പിശാച്, എല്ലാം സമ്മതിച്ചോട്ടോ, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പിശാച് ഭയങ്കര സാധനം. അവൻ ഇവിടെ നമ്മളോട് കള്ളമൊക്കെ പറയും, പക്ഷെ ദൈവത്തിന്റെ അടുത്ത് നിന്ന് എല്ലാം ഉള്ളതുപോലെ പറയും. അപ്പൊ അവസാനം സാത്താൻ പറയാണ്, ഇവൻ ഒരു കുറ്റവും കൂടെ ഉണ്ട്, അതാണ് കുറ്റം. എന്ത്? ഇവനൊരു വിഗ്രഹാരാധിയാണ്. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവെ, ഞാൻ വിഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ 4 വർഷമായി ഉപേക്ഷിച്ചിട്ട്. ഞാൻ നിന്നെ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഒരു കന്യാമറിയാമോ വിശുദ്ധന്മാരോ ഒന്നും എനിക്കില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, നിന്റെ വിഗ്രഹം ചർച്ചിനകത്തല്ല ഇരിക്കും, നിന്റെ ഹൃദയത്തിനകത്ത്. നീയാണ് ആ സാധനം, വിഗ്രഹം. നിനക്ക് ആളുകൾ നിന്നെ ബഹുമാനിക്കുന്ന ഇഷ്ടമാണ്, നല്ലത് പറയുന്ന ഇഷ്ടമാണ്, നല്ലത് കേൾപ്പിക്കാൻ വേണ്ടിയാണ് നീ ഇത്ര അഭിനയിക്കുന്നത്. യുവർ ഐഡൽ ഈസ് വെരി സ്ട്രോങ്. എന്റെ ഒറിജിനൽ വെളിയിൽ കാണിക്കാതെ ഞാൻ അഭിനയിക്കാനുള്ള കാരണം എന്താ? എന്റെ അടുത്തിരിക്കുന്ന ആൾ എന്നെ അംഗീകരിക്കാൻ വേണ്ടി. അപ്പൊ ഞാനൊരു വേഷം കെട്ട് നടത്തുന്നത് എന്റെ അടിമത്തത്തിന്റെ ഭാഗമാണ്. ഓക്കെയാണോ? അപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എനിക്ക് രക്ഷയില്ല, ഞാൻ പോയി തീർന്നു. എങ്ങനെ ലംഘനം പെരുകിയത്? ചെയ്ത് ലംഘനം പെരുകുമായിരുന്നു. കൃപ വ്യാപരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾ തകർക്കപ്പെടുമ്പോഴാണ്. തകർന്നു നുറുങ്ങിയുമുള്ളൊരു ഹൃദയത്തെ പാസ് ചെയ്തു പോകാത്ത കർത്താവിന്റെ കരുണയാണ് അവിടെ നമ്മളെ പൊതിയുന്നത്. ഞാൻ അവിടെ അലറി കരയുമായിരുന്നു, അലറി നിലവിളിച്ചു, എന്റെ കർത്താവെ, ഞാൻ പാവിയായ ഒരു മനുഷ്യൻ, നീ എന്നെ നരകത്തിലേക്ക് തന്നെ വിട്ടിട്ട്, വേറെ ഒന്നും ചോദിക്കാൻ എനിക്ക് റൈറ്റ് ഇല്ല, നരകത്തിലേക്ക് തന്നെ വിട്ടിട്ട് നിന്റെ മുഖം എന്റെ നേരെ ഒന്ന് മാറ്റിയാൽ മാത്രം മതി. കർത്താവെ, എന്നെ എവിടെയെങ്കിലും വിട്ടേക്കെന്ന് പറയാൻ അലറിക്കാരും. When I remember that, even after 26 years, I still can feel that cry. അതിന്റെ പെയിൻ, അതിന്റെ അതിന്റെ ആ ഏങ്ങൽ, still I feel it sometimes. Because it is such a humbling breaking. അപ്പൊ ന്യായപ്രമാണം കൊണ്ട് അത് ബ്രേക്ക് ആവും. ഈ ന്യായപ്രമാണം നമുക്ക് അങ്ങനെ കഠിനമായൊരു പാവബോധം തരണം. അല്ലെങ്കിൽ നമ്മൾ ന്യായപ്രമാണം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം. നമ്മൾ ന്യായപ്രമാണം പുതിയ നിയമമല്ല, പഴയ നിയമത്തിലെ മോശയുടെ പുസ്തകങ്ങൾ എഴുതുന്നതിനകത്ത് ഒരു സ്കീമുണ്ട്. ആ സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: വ്യവസ്ഥകൾ ബേസ്ഡ് ആണ്, നീതി ബേസ്ഡ് അല്ല. വ്യവസ്ഥകൾ ചെയ്താണ് നീതി ഉണ്ടാകുന്നത്, വിശ്വാസത്താലല്ല. ഓക്കെ, അപ്പോൾ ആ വ്യവസ്ഥകൾ, മോശയുടെ വ്യവസ്ഥകൾ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ അനുസരിച്ചുണ്ടാകുന്ന ഒരു നീതിയാണ് മോശയുടെ ന്യായപ്രമാണത്തിലൂടെ ഉള്ളത്. ആ പഴയ പുസ്തകങ്ങളെല്ലാം അതിന്റെ ബേസിസിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്, വ്യവസ്ഥകളുടെ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ ന്യായപ്രമാണം തരുമ്പോൾ ഒരു അനുസരണ ഇല്ലാത്ത കഠിന ഹൃദയമുള്ള ആളുകൾ കൊടുത്ത പോലെയാണ് ന്യായപ്രമാണം കൊടുത്തത്.
അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. നിങ്ങളോട് അങ്ങനത്തെ ഒരു നിയമം ഇപ്പൊ പറഞ്ഞ നിങ്ങൾ സമ്മതിക്കോ? സമ്മതിക്കോ? ഇല്ല. ആ നിയമം ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പാക്കിയാലേ നിങ്ങൾ സമ്മതിക്കോ നിയമത്തിന് അനുകൂലമായിട്ട്? വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ വോട്ട് ചെയ്യൂ. ഒരുത്തൻ നിന്റെ കണ്ണെടുത്താൽ നിനക്ക് അവന്റെയും കണ്ണെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുത്തിയാലും ചാവൂലേ? അല്ലെ? നമ്മൾ ആരും അതിനോട് സമ്മതിക്കില്ല. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, ഈ പഴയകാലത്തെ ആൾക്കാരാണോ ക്രൂരന്മാര്, അത് ഇപ്പോഴത്തെ ആൾക്കാരാണ്? കൂടുതൽ ക്രൂവൽറ്റി ഉണ്ടായിരുന്നു പഴയ കാലത്താ. വെട്ടാനും കൊല്ലാനും രക്തം കാണാനും ഒരു മടിയില്ലാത്ത ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പോ 1-2 ക്രിമിനൽസ് അല്ല, 5-6 ക്രിമിനൽസ് അങ്ങനെ. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ. അന്ന് കൊലപാതകങ്ങളൊന്നും ആരും ചോദിക്കാൻ പോലും ഇല്ല. സോ വി ഹാഡ് എ വയലന്റ് ഹിസ്റ്ററി. ഇപ്പൊ യുദ്ധങ്ങളൊക്കെ കുറഞ്ഞു വരിക. പ്രീവിയസ്ലി ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പൊ മനുഷ്യരുടെ കഠിന ഹൃദയ നിമിത്തമാണ് മോശ അങ്ങനത്തെ കൽപ്പന കൊടുത്തത്. മോശ പറയാണ്, നിന്റെ ഒരു പല്ലല്ല അവൻ എടുത്തുള്ളൂ, എന്തിനാ അവന്റെ മുഴുവൻ പല്ല് അടിച്ചു പറിച്ചത്? ഞാൻ അങ്ങനെയാണ്, എന്റെ ഒരു പല്ലെടുത്താൽ ഞാൻ അവന്റെ 32 പല്ല്. മോശ പറഞ്ഞില്ല, ദൈവം ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്, അവൻ നിന്റെ ഒരു പല്ലല്ലേ എടുത്തിട്ടുള്ളൂ, നീ അവന്റെ ഒരു പല്ലെടുക്കാൻ പോകും. അതായത് വലിയ പാപത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി മനുഷ്യന്റെ ഇമോഷൻസ് വളരെ മോശമാണ്, അവന്റെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണ്. അതുകൊണ്ട് കർത്താവ് എന്താ പറയുക, ആ വലിയ ഈവിലിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി, വെട്ടിക്കുത്തി ആൾക്കാർ ചാകാതിരിക്കാൻ വേണ്ടി, ആ പ്രമാണത്തിനകത്ത് അവന്റെ ആങ്കറിനെ തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഈക്വൽ റെട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾ. പക്ഷെ അപ്പോഴും കർത്താവിന്റെ ഹൃദയം വേദനിക്കുമായിരുന്നായിരുന്നു. കാരണം പുത്രന്റെ സ്വഭാവം അല്ല അത്. ഇവരെ പുത്രന് വേണ്ടി ഒരുക്കാൻ വേണ്ടി കാത്തിരിപ്പിക്കാൻ മാത്രമേ അതിനെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മോശ ഉപേക്ഷണത്തെ കുറിച്ച് പറയുമ്പം മോശയോട് ഏതെങ്കിലും വിധേയനെ ഭാര്യ ഉപേക്ഷിക്കുന്ന വിധമാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നാണ്. ഇപ്പൊ മോശെ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? അത് നിങ്ങളുടെ കഠിന ഹൃദയ നിമിത്തമാണ് അങ്ങനെ പറഞ്ഞത്. ബിക്കോസ് യു ആർ സോ ഈവിൽ ഹാർട്ടഡ്, ഹാർഡ് ഹാർട്ടഡ്. ഓക്കെ, അപ്പോൾ വളരെ കഠിന ഹൃദയമുള്ള ആളുകൾക്ക് കിട്ടിയതാണ് എന്ത്? ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. കാരണം അത് എന്തുണ്ടാക്കണം? അയ്യോ, എനിക്ക് കഠിന ഹൃദയം ആണേ നിന്മാരെ കൊണ്ട് സമ്മതിക്കും. ദാറ്റ് ഈസ് വൈ പ്രമാണം ഈസ് ഗിവൻ. വ്യവസ്ഥകളോട് കൂടിയ പ്രമാണം എന്തിനു വേണ്ടിയുള്ളതാണ്? നമുക്ക് നിസ്സഹായത ഉളവാക്കുന്ന പാവബോധം ഉണ്ടാകാൻ വേണ്ടിയാണ്. അത് ഉണ്ടാകാതെ പറ്റുമോ? അത് ഉണ്ടായേ പറ്റൂ എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്നും അത് നിലനിൽക്കുകയും വേണം. മാനസാന്തരം. നമ്മൾ പലപ്പോഴും ചോദിക്കും, നീ മാനസാന്തരപ്പെട്ടവനാണോടാ എന്ന് പറയാൻ എന്താ അർത്ഥം? പഴയ യാക്കോപ്പള്ളി വിട്ട് പെന്തക്കോസ്തി വന്നവനല്ലേടാ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ചോദ്യം തെറ്റിപ്പോയി. നീയൊക്കെ മാനസാന്തരപ്പെട്ടതല്ലേ ചോദിക്കുകയാണ്. എന്റെ മറുപടി എന്നറിയോ? മാനസാന്തരം എന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. സംതിങ് ദാറ്റ് ഗ്രോസ് ഇൻ യു as days pass by. Repentance, the degree of repentance only increases. ഞാൻ പണ്ട് മാനസാന്തരപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ ദിവസവും കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലും തോറും നമ്മുടെ ഉള്ളിൽ മാനസാന്തരം കുറഞ്ഞു വരുമല്ല, കൂടിക്കൂടി വരുവാണ് ഞാൻ. അപ്പൊ നിങ്ങൾ ഈ പാസ്റ്റർ ഇങ്ങനെ പറയാൻ കാരണം കൂടുതൽ പാപം നമ്മൾ ചെയ്ത് കൂടുതൽ അനുദപിച്ച്, ചില ആൾക്കാർ വിചാരിക്കുന്ന അനുദപിക്കണമെങ്കിൽ എന്തെങ്കിലും പാപം ചെയ്യണമെന്ന്. എൻ്റെ ഒരു റിലേറ്റീവിന് ഒരു മകൻ ഭയങ്കര നല്ല കുട്ടിയാണ്, ഒരു തെറ്റും അവനിൽ കാണാനില്ല. അവരുടെ പേരൻസ് പറയായിരുന്നു, എനിക്ക് പേടിയാവുന്നു ഇവൻ എങ്ങനെ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ അർത്ഥം മാനസാന്തരം വരികയല്ല, എല്ലാം നല്ലതാണ്, പിന്നെ എങ്ങനെ മാനസാന്തരപ്പെടും? ഞാൻ കഴിഞ്ഞ വർഷം 80 വയസ്സിന് മേലുള്ള ഒരാളോട് ചോദിച്ചു, എങ്ങനെ രക്ഷിക്കപ്പെട്ടു? പറഞ്ഞു കർത്താവിന്റെ കൺവെൻഷൻ കൈവയ്ക്കുക, അങ്ങനെ. ഞാനൊരു പാപിയാണെന്നും കർത്താവ് എന്നെ രക്ഷിക്കുമെന്നും, കർത്താവെ എന്നെ രക്ഷിക്കണേ, ഞാനൊരു പാപിയാണേ എന്ന് ഹൃദയത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ അങ്ങനെ തോന്നുന്നു? പിന്നെ ഞാൻ വിചാരിച്ചു 82 വയസ്സല്ലേ ആയുള്ളൂ, പാപം ചെയ്ത് തുടങ്ങുന്നേ ഉള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു.
ഇൻസെൻസിറ്റിവിറ്റി അത് അടിമത്തത്തിന്റെ വേറൊരു ലക്ഷണം. ഇറ്റ്സ് എ ലെപ്രസി ലൈക്ക് സിറ്റുവേഷൻ. യു ഡോണ്ട് ഫീൽ യു ഹാവ് ഇറ്റ്. പാപത്തിന്റെ അടിമത്തം നമുക്ക് മനസ്സിലാകുന്ന ന്യായപ്രമാണം നമ്മൾ when the law exposes us and shows us who we are. നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, കർത്താവേ എന്നെ രക്ഷിക്കണേ നിലവിളിക്കുക. അതിനുവേണ്ടി ശിശുപാലകനായിട്ടാണ് ഈ വടി എടുത്തുകൊണ്ട് ആരും നിൽക്കുന്നത്? ന്യായപ്രമാണം നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ അടുത്തേക്ക് എന്നെ ഓടിക്കാൻ വേണ്ടി. ഇതൊരു ബാലപാഠം. Salvation comes only by God's grace and not by human decision. ഇനി കുറച്ചുകൂടെ ഞെട്ടിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യം ഞാൻ പറഞ്ഞു. Some people believe the initial process of salvation is by grace, but sanctification is my effort also. ശ്രദ്ധിച്ചോ? കർത്താവ് എന്നെ മക്കളായി എടുക്കുന്ന കർത്താവ് തീരുമാനിച്ച കൃപയാണ്. പക്ഷേ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് എന്റെ പ്രവൃത്തിയാണ്. യു എഗ്രി വിത്ത് ദാറ്റ്? I don't, because we are confused cleansing and sanctification. Cleansing and sanctification are two different things. Cleansing, okay, I'm not smoking, I'm not watching movies, or I'm not drinking. Okay, I'm not lying. I'm not doing evil things, dirty things. I'm not doing it. So that means I'm keeping myself clean. But that does not make me holy. Okay. And what is sanctification? What's cleansing? ഇത് ഞാൻ പറയാൻ കാരണം, ഇത് പറഞ്ഞാലേ നമുക്ക് പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് പോകാൻ കഴിയും. മെച്യൂരിറ്റി എന്ന നമുക്ക് 2 ദിവസം കൂടെ ഉള്ളത് കൊണ്ട് ഐ എം ഫീലിംഗ് എ ബിറ്റ് കംഫർട്ടബിൾ. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ അറിയാം? ഇറ്റ്സ് നോട്ട് സം എമൗണ്ട് ഓഫ് വർക്ക്സ് ദാറ്റ് വി ഡു. ഇറ്റ്സ് നോട്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ജോൺ 17:19. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥം. അപ്പൊ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാകാൻ വേണ്ടിയുള്ള അധ്വാനം ആരുടെ ആയിരുന്നു? കർത്താവിന്റെ ആയിരുന്നു. അങ്ങനെയല്ലേ? ഇനി 1 കൊരിന്ത്യർ ലേഖനം 1:30 വായിച്ചു. നിങ്ങളോ അവനാൽ ക്രിസ്തയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇവിടെ ശുദ്ധീകരണം എന്നുള്ള വാക്ക് മലയാളത്തിലുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സാങ്ക്ടിഫിക്കേഷൻ വിശുദ്ധീകരണം തന്നെയാണ്, ക്ലെൻസിങ് എന്നല്ല. അവിടെ എഴുതിയിരിക്കുന്ന ആര് നമ്മുടെ വിശുദ്ധീകരണമായി മാറിയെന്നാണ്? കർത്താവ്. നാമോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. ഓക്കെ, ഇനി നമ്മുടെ എബ്രായ ലേഖനം 12:10 വായിച്ചു. അവർ ശിക്ഷിച്ചത് കുറെ കാലവും ഞങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അതെ, അപ്പൊ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ട് അത്രേ ശിക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രാപിക്കുന്നത് എന്താണ്? അവന്റെ വിശുദ്ധിയാണ്. ഇനി 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചു. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 2-3. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തെ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. 1 പത്രോസ് 1 ചിതറിപ്പാർക്കുന്ന പരദേശികളും
പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും. അപ്പൊ നമ്മൾ സാധാരണ വിചാരിക്കുന്ന അനുസരണം കാണിച്ച് വിശുദ്ധരാകുന്നതിനെ കുറിച്ചാണെങ്കിൽ ഇവിടെ പറയുന്നത് നേരെ തിരിച്ചാണ്. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ ഒബീഡിയൻസ് ദാറ്റ് കംസ് ഫ്രം സാങ്ക്ടിഫിക്കേഷൻ. Obedience is not making you sanctified, but sanctification is making you obedient. Did you see the difference? So sanctification is a spiritual process, part of our salvation, done by God. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മെച്യൂരിറ്റി എന്നുള്ള വിഷയത്തിലോട്ട് നമ്മൾ കിടക്കുമെന്ന്. ബട്ട് ഐ ക്യാൻ give you some ideas about maturity because that's only what I can do. But still we have to run through this justification, sanctification, glorification thing before we go to Christian maturity. Okay, briefly നമുക്ക് നോക്കാം. അപ്പോൾ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതിന് നമുക്ക് ഒരു ഇത്തിരി ജനറൽ ആയിട്ട് നമ്മൾ അപ്പോസ്തലിക ഉപദേശം എന്താണെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളുടെയും ഒരു നിർബന്ധിതമായ ഒരു കാര്യമായിരുന്നു. അതായത് 8 കാര്യങ്ങളാണ് പത്രോസ് എന്ന് ആദിമ സഭ അന്വേഷിച്ചു പോകുന്നത്. പത്രോസ് ആദ്യം പ്രസംഗിക്കുമ്പോൾ അല്ലെ, അടിസ്ഥാന വേദോപദേശങ്ങൾ 8 എന്തൊക്കെയത്? മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, ആത്മാവിനെ പ്രാപിക്കുക, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക, പിന്നെന്താ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, ഒപ്പം നിൽക്കുക, പ്രാർത്ഥന എഴുതുക. 8 ആയല്ലോ. 7 കഷ്ടപ്പെടണ്ട, 8 ഓക്കെ. നമ്മൾ വിട്ടുപോകുന്ന ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടുക, അത് നമ്മൾ വിട്ടുപോകും. ഞാൻ ബ്രദറുകാരോട് ചോദിച്ചു ഇതെങ്ങനെ നിങ്ങളുടെ 7 എന്ന് ചോദിച്ചപ്പോൾ അവര് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുന്നുള്ള അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടത് അവർ കട്ട് ചെയ്തു, നമുക്ക് വേണ്ടത് നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ ഏതായാലും 7 നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് 7 അത് 8 തന്നെ ഇരുന്നോട്ടെ, നമുക്ക് 8 വേണം അല്ലേ? വേണ്ടേ? വേർപാടും വേണമല്ലോ. ഇനി നമ്മൾ പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ 4 ഏതൊക്കെ? മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, വേർപാട്. 4 കാര്യങ്ങളെ പത്രോസ് പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളത് അവർ ചെയ്ത കാര്യങ്ങളാണ്, ചെയ്തു പോന്നു റെഗുലർലി അല്ലെ. അപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ സഭയ്ക്കകത്തായി. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മാവിനെ പ്രാപിച്ചു, വേർപെട്ടു, സഭയ്ക്കകത്തായി. സഭ തുടങ്ങി. ഇനി അടുത്ത പരിപാടി എന്താണ്? 5-ാം വാക്യം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക. അടുത്ത പരിപാടി. അപ്പോസ്തലന്മാരുടെ ഉപദേശം നിങ്ങൾ എങ്ങനെയാ കേട്ടത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ കേട്ടത് എങ്ങനെ? നമ്മുടെ പാസ്റ്റർമാർ തകർപ്പൻ പ്രസംഗമല്ലേ പ്രസംഗിക്കുന്നത്. പിന്നെ പോരാതെ എന്തുമാത്രം ഗസ്റ്റുകളാണ് വരുന്നത്. അവരെല്ലാം പ്രസംഗിക്കുന്നത് ഞങ്ങളെങ്കിൽ കേൾക്കും. വെരി ഗുഡ്. ഈ പ്രസംഗങ്ങളൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷെ അപ്പോസ്തലിക ഉപദേശം അതൊന്നുമല്ല. നമ്മൾ കേൾക്കേണ്ട ഒരു അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത് റോമാലേഖനം 1:1 മുതൽ യൂദായുടെ 25 വരെയുള്ള ആ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളാണ് സഭയുടെ അടിസ്ഥാനം. അത് പഠിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഓരോ സഭയും ഈ ലേഖനങ്ങൾ അടിസ്ഥാനമിട്ട് അതിൽ ഓരോ വിശ്വാസിയും പഠിക്കും. കാരണം ലേഖനങ്ങൾ റോമയിലെ സഭ വായിച്ചപ്പോൾ മതിയോ? UK സഭയും വായിക്കണ്ടേ? അതോ നമുക്കിപ്പോഴും പഴയ നിയമത്തിൽ എസ്തേറിന്റെ കഥയും രൂത്തിന്റെ കഥയും ബോസിന്റെ കഥയും കേട്ടാൽ മതിയോ? അത് ഇവരുടെ എല്ലാം കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാ അപ്പോസ്തലന്മാർ കഷ്ടപ്പെട്ട് ഇത്രയും കത്ത് എഴുതിയത്? ഇതെല്ലായിടത്തും വായിച്ചു കേൾപ്പിക്കണം എന്ന് പറയാൻ കാരണം എന്താ? അപ്പൊ സഭ അത് തീർച്ചയായിട്ടും വായിച്ചിരിക്കണമായിരുന്നു അല്ലെ? അപ്പൊ ഓരോ സഭയിലും നമ്മൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന അടിസ്ഥാനം ഇടപെടേണ്ടതായിരുന്നല്ലേ? വിശദീകരണത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അപ്പോസ്തലിക ഉപദേശം എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആ താളം എഴുത്തിനൊരു താളമുണ്ട്, നമുക്ക് നോക്കാം. റോമാലേഖനം 1:1 മുതൽ, that means from the beginning of the book of Romans to Ephesians chapter 3 verse 15. എഫേസ്യ ലേഖനം 3:15 വരെ ഒറ്റ തീമേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ രക്ഷിച്ചു കൃപയാൽ, നിങ്ങൾക്ക് സ്വർഗത്തിലെ വലിയ ധനത്തെ തന്നു, നിങ്ങളുടെ പ്രവൃത്തികൾ നിമിത്തമല്ല കരുണപ്രകാരം നിങ്ങളെ രക്ഷിച്ചു. ദൈവം നിങ്ങൾക്ക് വലിയൊരു ഇൻഹെറിറ്റൻസ് തന്നു, ആ അവകാശം സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപിച്ചു. ഇതാണ്
ആദ്യം ഈ എഫേസ് ലേഖനം 15 വരെയുള്ള ഭാഗം. ഇനി എഫേസ് ലേഖനം 3:16 മുതൽ യൂദായുടെ 25 വരെയുള്ള ഭാഗങ്ങൾ വിശുദ്ധീകരണത്തെ കുറിച്ചുള്ളത്. ഹൗ ടു ബി സാങ്ക്ടിഫൈഡ്. ആത്മാവിന്റെ വിശുദ്ധീകരണം നമ്മൾ എങ്ങനെയാണ് പ്രാപിക്കുന്നത്? ഇത് അതേ സിസ്റ്റമായിട്ട് നമ്മൾ വായിച്ചു. ഞങ്ങൾ ചർച്ച തുടങ്ങിയത് എറണാകുളത്ത് ഈ റോമാലേഖനം പഠിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഞങ്ങൾ 5-8 പേര് വട്ടത്തിൽ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പഠിക്കുക. റോമാലേഖനം 1 മുതൽ 5 വരെ അടുത്ത മൺഡേ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. എല്ലാവരും വായിച്ചുകൊണ്ടിരും. ആരും പ്രസംഗിക്കൊന്നുമില്ല. എല്ലാവരും ആശയങ്ങൾ പങ്കുവെക്കും. അവർക്ക് എന്താ കിട്ടിയത്, എന്താ മനസ്സിലായത്. അങ്ങനെ പറഞ്ഞും പഠിച്ചും 2 വർഷം കൊണ്ട് ഞങ്ങൾ റോമാലേഖനം പൂർത്തിയാക്കി. അത് പൂർത്തിയായപ്പോഴേക്കും നമ്മുടെ സഭയിലെ വിശ്വാസികൾക്ക്, സഹോദരങ്ങൾ ഉപദേശത്തിൽ നിശ്ചയമുണ്ടായി. അപ്പോസ്തല ഉപദേശമാണല്ലോ കേൾക്കുന്നത്. അവർ ശുശ്രൂഷകരാകാനുള്ള ഉപദേശ നിശ്ചയം പ്രാപിച്ചു. അങ്ങനെ നമുക്ക് അവരുടെ സ്ഥലത്ത് സഭകൾ തുടങ്ങാൻ പറ്റി. അവിടെ പ്രത്യേകിച്ച് പാസ്റ്റർമാർ ഓടി ചെല്ലേണ്ടാത്ത അവസ്ഥയുണ്ടായി. അവർ തന്നെ ശുശ്രൂഷകരായി. എങ്ങനെയാണ്? ബിക്കോസ് ദേ വർ സ്ട്രോങ് ഇൻ ദ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ. നിങ്ങൾ റോമാലേഖനം ഉൾപ്പെടെയുള്ള ലേഖനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അടിസ്ഥാനമിടപ്പെടേണ്ടവരായി വരികയില്ല. പരിജ്ഞാനത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയണം. 3 ദിവസം ഉള്ളൂ എന്നുള്ളൊരു വലിയ ലിമിറ്റേഷൻ ആണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത് മുഴുവൻ എന്താ പറയുന്നത്, ഈ അടിസ്ഥാന ഉപദേശങ്ങൾ മുഴുവൻ കവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് തൽക്കാലം യൂട്യൂബിൽ എടുത്തിട്ട് ചേസ് ജോസഫ് ദ ബുക്ക് ഓഫ് റോമൻസ് എന്ന് സെർച്ച് ചെയ്താൽ 18 മണിക്കൂർ റോമാലേഖന വ്യാഖ്യാനം വേഴ്സ് ബൈ വേഴ്സ്, പ്രസംഗമല്ല കേട്ടോ, വേഴ്സ് ബൈ വേഴ്സ് ഇന്റർപ്രിട്ടേഷൻ ആണ്. അതുപോലെ ഹീബ്രൂസ് വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. വിശുദ്ധിയെക്കുറിച്ചുള്ള മെസ്സേജ് ഇതൊക്കെ ഉണ്ട്, യൂട്യൂബിലുണ്ട്. ഈ സം ഓഫ് യു ഫീൽ ലൈക്ക് ലിസണിങ് ടു ഇറ്റ്. ഞാൻ എന്റെ പ്രസംഗം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല, യൂട്യൂബ് വഴി ഷെയർ ചെയ്യാറില്ല. ഒരു തരത്തിൽ എന്റെ പ്രസംഗം സഹോദരങ്ങളെ എന്ന് പറയാറുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ദൈവം ചെയ്തോട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. എവിടെ എത്തണം, എങ്ങോട്ട് എത്തണം എന്നൊക്കെ ദൈവം തീരുമാനിച്ചോട്ടെ. ബട്ട് ഐ എം ടെല്ലിങ് യു, എനിക്ക് 3 ദിവസത്തെ സഫോക്കേഷൻ തോന്നുന്നുണ്ട്. ഞാൻ പറയാണ്, ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ഇറ്റ്, യു ക്യാൻ ഗോ ദാറ്റ് വേ. ഓക്കെ. അപ്പോൾ എഫേസ് ലേഖനത്തിന്റെ ഒരു ഓവർവ്യൂ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വിശുദ്ധീകരണം എന്താണെന്ന് മനസ്സിലാവും. അത് നമുക്ക് ഇങ്ങനെ കാണാം. 1:1 മുതൽ, എഫേസ് ലേഖനം 1:1 മുതൽ നമ്മൾ വായിച്ചാൽ അവിടെ ഇൻ ക്രൈസ്റ്റ് എന്നുള്ളൊരു പൊസിഷൻ നമുക്ക് കാണും. ക്രിസ്തുവിൽ കാണുന്നുണ്ടോ? 1:3 സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തു യേശുവിൽ, ഇൻ ക്രൈസ്റ്റ്. 4-ാം വാക്യത്തിൽ വരുമ്പോ പിന്നെ അവന്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധ നിഷ്കളങ്കരമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ, ഇൻ ക്രൈസ്റ്റ്. ഇനി താഴോട്ട് വായിക്കുന്നവർ എല്ലാ വാക്യങ്ങളിലും തന്നെ ഉണ്ട് അവനിൽ, ഇൻ ക്രൈസ്റ്റ്. അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എല്ലാം അവനിൽ, എല്ലാം ഇൻ ക്രൈസ്റ്റ്. ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പ്രത്യേകത എന്താണ്? ഞങ്ങൾക്ക് 4 പിള്ളേരാണ്. 3 പേര് അഡോപ്റ്റഡ് ആണ്, ഒരാളെന്ന് സ്വന്തം മോനാണ്. ഞാൻ സുവിശേഷകരിൽ ഇറങ്ങുന്ന സമയത്ത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ഫാദറിനോട് പറഞ്ഞായിരുന്നു, സ്വത്ത് ഞാൻ കൈപ്പറ്റില്ല, വീട്ടിൽ നിന്നുള്ള പരമ്പരാഗത സ്വത്ത് എനിക്ക് വേണ്ട. കാരണം വയസ്സനാം കാലത്ത് അപ്പനെ നോക്കാൻ ചിലപ്പോൾ ഞാൻ ജീവനോടുണ്ടാവുമെന്ന് അറിയത്തില്ല. ബിക്കോസ് മിഷൻ ഫീൽഡ് എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുണ്ട്. സോ ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്, ഐ ഡോണ്ട് പ്രോമിസ് എനിത്തിങ്. കാരണം ഇറ്റ്സ് ലൈക്ക് എ വിൻഡ്, വേർ ഐ വിൽ ബ്ലോ, വേർ ഐ വിൽ ഗോ. ഇതൊന്നും എന്റെ കയ്യിലുള്ള കാര്യമല്ല. സോ ഐ എം കോൾഡ് ടു ലീവ് മൈ ലൈഫ് ആസ് എ വിൻഡ് എന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറയാം. അപ്പൊ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരോടും പറഞ്ഞു, ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഓർ റിസീവ് എനിത്തിങ് ഫ്രം യു, neither from my father, and I am not going to make a fixed deposit for myself or construct a house or invest in this world. I will blow like a wind and be snuffed out when God asks
asked me to leave. ഇപ്പൊ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നിനക്ക് എന്നെ വേണ്ട, എൻ്റെ സ്വത്തും വേണ്ട. ഞാൻ പറഞ്ഞു, അപ്പനെ വേണ്ട. ഞാൻ പറഞ്ഞിട്ട്, ഇഫ് യു ആർ റെഡി ടു കം വിത്ത് മീ എനിവെയർ. അപ്പോ അപ്പം പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഒരിടത്തും വരാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊന്നും 1 രൂപ പോലും ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ പറഞ്ഞു വേണ്ട. ഇവിടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, അനിയനും ഞാൻ കൊടുക്കില്ല. അതെന്താ കാര്യം? He's not a believer. He's a Catholic. He was a Orthodox Jacobite, and he married a Catholic lady in a Catholic church. So പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്ക് 2 പേർക്ക് ഓരോ ആൺകുട്ടികളുണ്ടല്ലോ, അവരുടെ പേരിൽ ഞാൻ എഴുതി വയ്ക്കും. വാട്ട് വിൽ യു ഡു? ഇതൊരു വലിയ പ്രോബ്ലം ഉണ്ട്. When my father looks at me, I have only one son. But when I look, I have 4. ഇതൊരു വലിയ കൊണൻഡ്രമാണ്. അപ്പൊ എന്റെ ഫാദർ എന്തുകൊണ്ടേ ബാക്കി 3 പേരെ കാണാത്തത്? He knows them, he loves them, no problem. But when it comes to do partitioning his property, he remembers only one person. Why? കാരണം എന്റെ ഫാദറിനകത്ത് when he was young, എന്റെ മകനും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. We all came from him. Like when Abraham paid obeisance to Melchizedek, Levi was in one way in him. Just like that, I was in my father. My son was also in him. But naturally, എൻ്റെ അപ്പൻ അധ്വാനിക്കുമ്പോൾ ആ അപ്പനിൽ നിന്ന് വന്ന പ്രോജനിക്കാണ് അതിന്റെ ഇൻഹെറിറ്റൻസ് വരുന്നത്. അപ്പോൾ ഇൻ എന്ന് പറയുന്നതിന് ഭയങ്കര വിലയുണ്ട്. ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ക്രിസ്തു അധ്വാനിക്കുമ്പോൾ നീതിമാനാകുന്നു, വേർത്ത് അലഞ്ഞു തിരിഞ്ഞ് ഈ ഭൂമിയിലൂടെ നടക്കുന്നു. I was in him. And I was in him, and that's why I have a right over what Christ has. അവകാശം. ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എന്നെ ഭയങ്കര സ്വത്തിന്റെ അവകാശിയാക്കി മാറ്റി. The labor of his hands, obedience unto death. നമ്മൾ നേരത്തെ വായിച്ച പോലെ അവരും സാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കും. So sanctification is something that the Lord achieved for me by hard obedience, painful obedience. That's not a human thing. Divine sanctification is done by the Holy Spirit. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കും. അപ്പൊ ഈ മക്കൾക്ക്, ഈ 3 മക്കൾക്ക് എന്തെങ്കിലും സ്വത്ത് കിട്ടണമെങ്കിൽ ആര് വഴിയേ കിട്ടുള്ളൂ? ഈ മൂത്ത മകൻ വഴിയേ കിട്ടുള്ളൂ. So that is what the Lord is doing to us. His rights, privileges, sonship, his glory, his sanctification, his obedience, his righteousness, everything is credited into my account because I was in him. ഇത് 2 പത്രോസ് വരുമ്പോൾ പറയുന്നത് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തരും. ഞാൻ ഈ ജീവനും ഭക്തിക്കും എന്നൊക്കെ ആദ്യം കേട്ടോണ്ടിരുന്നപ്പോൾ വിചാരിച്ചത് നമുക്ക് ജീവിക്കാനുള്ള അരിയും. ഭക്തിക്കെന്ന് പറഞ്ഞാ ചർച്ചിൽ പോകാനുള്ള വണ്ടിക്കൂലിയും സ്തോത്രം അടിച്ചിടാനുള്ള 10 രൂപ. ഇതൊന്നിനും ദൈവം ഇതല്ല. ജീവനും ഭക്തിക്കും, അതാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ആ ചെറുപ്പത്തില്. ജീവൻ നിലനിർത്താനുള്ള ആഹാരവും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിശദീകരണത്തെ കുറിച്ച് ആ വാക്യം പറയുന്നതാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ മുകളിൽ പറയുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിന്ന് ജീവനും ഭക്തി. യേശു ക്രിസ്തു ജീവിച്ച പോലെ ജീവിക്കാൻ, ഭക്തിയോടെ കർത്താവിൻ പിതാവിന് മുമ്പിൽ ഇരിക്കാൻ എന്തുമാത്രം ധനം എനിക്ക് വേണോ
അത്രയും ധനവും കർത്താവ് തരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല, അവനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുകയില്ല ബ്രദറെ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവനെ സ്നേഹിക്കാനുള്ള ധനവും കൂടെ കർത്താവിൽ നമുക്കുണ്ട്. നമുക്ക് ക്രിസ്തുവിനെ പോലെ ഇടുക്കുവഴിയിലൂടെ നടക്കാൻ എന്തെല്ലാം ധനം വേണോ അതെല്ലാം നമുക്ക് വേണ്ടി കരുതി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ വാക്യം പറയുന്നത്. സ്വസ്ഥമായിട്ട് വായിച്ചു നോക്കി. അത് ഈ പത്രോസിന്റെ ലേഖനം മുഴുവൻ വിശദീകരണത്തെ കുറിച്ചുള്ള FSC ലേഖനം 3:15 കഴിഞ്ഞ് അങ്ങോട്ടുള്ള എല്ലാ ഭാഗങ്ങളും വേദപുസ്തകത്തിലെ പ്രധാന തോട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് അവർ സാങ്ക്ടിഫിക്കേഷൻ. FSC ലേഖനമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലിങ്ക്. കാരണം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ എന്തിനു വേണ്ടി വിളിച്ചതെന്ന് പറയുന്നത് തന്നെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: സ്വർഗത്തിൽ പോകാൻ വേണ്ടി നമ്മളെ വിളിച്ചെന്ന് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട്. ദാറ്റ്സ് റോങ്. സ്വർഗത്തിൽ പോകും നമ്മള്, ദാറ്റ്സ് നോട്ട് അവർ കോൾ. നമ്മുടെ വിളി അതല്ല. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുള്ള വാഗ്ദത്വം ഉണ്ട്. പക്ഷെ നമ്മൾ വിളിച്ചേക്കുന്നത് സ്വർഗത്തിലേക്കല്ല, അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് അവന്റെ തേജസ്സിലേക്കും അവന്റെ വിശുദ്ധിയിലേക്കുമാണ് വിളിച്ചത്. സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നവരെ, എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്നവരെ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ അങ്ങോട്ടല്ല വിളിച്ചേക്കുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ പോലെ വിശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടിയാണ്. അതെങ്ങനെയെങ്കിലും പ്രാപിക്കാന്നു. സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് പറയരുത്. എങ്ങനെയെങ്കിലും യേശുവിനെ പോലെ ആയാൽ മതി എന്ന് പറ. ദാറ്റ്സ് യുവർ കോൾ. എങ്ങനെയെങ്കിലും ക്രിസ്തുവിന്റെ തേജസ്സിൽ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും. ആൻഡ് ദാറ്റ് ഈസ് അവർ കോൾ. അതാണ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പുവരുത്താൻ പറയുന്നത്. എങ്ങോട്ടാ വിളിച്ചേക്കുന്നത്? നമ്മളിപ്പോ സുവിശേഷം പറയാൻ പോകുമ്പോൾ പല സ്ഥലത്തേക്കും വിളിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ നിങ്ങളുടെ സുവിശേഷം പറയാൻ പോയി, നിങ്ങളെല്ലാം അവിശ്വാസികളെന്ന് വിചാരിച്ചു. ഞാൻ പറയാം, കടഭാരം ഉണ്ടല്ലേ ബ്രദർ? അതെ, പ്രാർത്ഥിക്കുക, ദൈവം സൗഖ്യം, ദൈവം കടഭാരം വിടും. സത്യമാണ്. ഞങ്ങളുടെ ചർച്ച വന്ന് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഞങ്ങളുടെ ചർച്ചയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കും. ഭയങ്കര പവറാ. ശരി. രോഗം ഉണ്ടല്ലേ, പ്രാർത്ഥിക്കാൻ ബ്രദറെ മാറും. ശരിയാണ്, ഇതൊക്കെ അവർ കേൾക്കും. പക്ഷെ ഇതിനിടയ്ക്കെങ്ങാനും എനിക്കൊരു കർത്താവിനോട് ഇത്തിരി കരുണ തോന്നിയിട്ട്, ഇതിനിടയിലെങ്ങാനും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മൾ ഇങ്ങനെ മരിച്ചാൽ നമ്മുടെ ശിക്ഷാവിധി നീങ്ങിപ്പോയി, സ്വർഗത്തിൽ നമ്മൾ ഇരിക്കുമെന്നെങ്ങാനൊരു വാക്ക് പറയാൻ ഈ ഇവാഞ്ചലിസ്റ്റിന് തോന്നിയാൽ, അങ്ങനെ തോന്നാറില്ല ഇപ്പം, അങ്ങനെയെങ്ങാനും തോന്നിയാൽ അത് അവന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ അതേ പ്രവർത്തിക്കുള്ളൂ കേട്ടോ. അതാ രക്ഷാകരമായ സുവിശേഷം കേൾക്കണമല്ല, ആരും നന്നാവുന്നതിന്. അത് അവൻ കേൾക്കുമ്പോൾ ദൈവം അവനെ അകത്തോടെ വേറൊരു വിളി വിളിക്കും. അത് രോഗസൗഖ്യം വരാനുള്ള വിളിയല്ല, അത് അവന്റെ വിളിച്ച വിളിയാലുള്ള ആശ, ഒരാശ കൊടുത്തിട്ടാ വിളിക്കുന്നു. ആ വിളി എന്റെ കൂടെ നീ മഹത്വത്തിൽ ഇരിക്കും, എന്റെ പങ്കാളിയായി നീ മാറും, എന്റെ തേജസ്സിലേക്കും വിശുദ്ധിയിലേക്കും ഞാൻ നിന്നെ വിളിക്കും, എന്റെ പങ്കാളിത്തത്തിലേക്ക് ഞാൻ നിന്നെ വിളിക്കുന്നു. ആ വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതോ പാസ്റ്റർ വിളി മാത്രമേ കേട്ടുള്ളൂ? ഇതിനിടയിലൂടെ സുവിശേഷം കേട്ടായിരുന്നു? അങ്ങനെ കേട്ടിട്ടാണ് നിങ്ങൾ വന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഞെരക്കം ഉണ്ടാവും, മാനസാന്തരത്തിന്റെ ഞെരക്കം ഉണ്ടാവും, തേജസ്സിന്റെ ഞെരക്കം, തേജസ് പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു തിടുക്കം ഉണ്ടാവും. ഇന്ന് ആ സുവിശേഷം അപ്രത്യക്ഷമായി പോയതിന്റെ തിടുക്കവും ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇന്നൊരു പ്രത്യാശഗാനം ആരും എഴുതുന്നില്ല, ആരും എഴുതുന്നില്ല. അങ്ങനെ എഴുതിയാൽ ആർക്കും വേണ്ട. 5-6 പേര് പാടുമായിരിക്കും. അതേസമയത്ത് എന്റെ വീട്ടിൽ ആഹാരം കുറയലെന്ന് പറഞ്ഞാൽ ആർക്കും പാടാതിരിക്കാൻ പറ്റുകയില്ല. അന്ന വിചാരം മുന്ന വിചാരമായതോ. അതുപോലെ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പാട്ടാണ്, പ്രത്യാശഗാനമില്ല, ഇങ്ങനത്തെ പാട്ടുകൾ ഈ പറയുന്നത്. എന്റെ പുരയ്ക്കകത്ത് വരാൻ കേട്ടിട്ടുണ്ടത്. ബാക്കി പാടാൻ എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് പാടുന്നില്ല. കാരണം ഇത്രയാണ് ഞാൻ കർത്താവിന് പറയുന്നത്, കർത്താവ് എന്റെ പുരയ്ക്കകത്ത് നീ വരരുത്, എന്റെ അകത്തേക്ക് വരല്ലേ, ഒരിക്കലും വരല്ലേ, പുരയ്ക്കകത്തും വന്നേക്കരുത്. നീ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നീ എനിക്ക് രോഗസൗഖ്യവും നീ എനിക്ക് ആവശ്യമുള്ള പൈസ തന്നാൽ മതി. കൂടുതലൊന്നും മാനസാന്തരപ്പെടാത്ത ഒരു ശതാധിപൻ, അവൻ വലിയൊരു വിശ്വാസം കർത്താവിന് മുമ്പിൽ കാണിച്ചതാണ്. കർത്താവെ നീ വന്നില്ലേലും കുഴപ്പമില്ല, സൗഖ്യമാക്കാൻ വേണ്ടിയാണെങ്കിൽ ദൂരെ ഇരുന്ന് പറഞ്ഞാൽ വരെ അത് നടക്കും എന്ന് പറയാൻ വേണ്ടി അതെടുത്തൊരു പാട്ടാക്കി. എന്തുമാത്രം കർത്താവിന്റെ പ്രസൻസ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പൊ ശരിക്കും ഞാൻ നോർത്ത് ഇന്ത്യ പോയിട്ട് വരുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വകയും വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് പോകാത്ത ആളാ. എവിടെ ചെന്നാലും ഒന്നും മേടിക്കാറില്ല. ഈ ഗൾഫിലൊക്കെ പോയി തുടങ്ങിയ പാക്കൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് അവിടുത്തെ ആൾക്കാർ സഹോദരങ്ങൾ എല്ലാവരുടെ ബാഗിനകത്ത് നിറച്ചൊക്കെ തന്നുവിടാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ട്രെയിനിൽ വരുന്ന വഴിക്ക് എൻ്റെ മകനോട് ചോദിച്ചു, 5 വയസ്സുള്ളൂ, മോനെ പപ്പ എന്താ കൊണ്ടുവരേണ്ടത്? അപ്പം പറഞ്ഞു, പപ്പ ഒന്നും കൊണ്ടുവരണ്ട, പപ്പ നേരത്തെ ഇങ്ങ് വന്നാൽ മതി. ഭയങ്കര സന്തോഷമായി. അവൻ ഇങ്ങനെ പറയാറുണ്ടെന്ന് ആലോചിക്കുക, എന്റെ പെരക്കകത്ത് വരാൻ കർത്താവ് എന്തെങ്കിലും പപ്പ എന്തെങ്കിലും എനിക്ക് ഗിഫ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പാഴ്സൽ ഇത് അയച്ചു തന്നാൽ മതി. എന്റെ പുരക്കകത്ത് വരാൻ എന്താ എന്തായാലും ബാക്കി എനിക്ക് മറന്നുപോയി. നന്നായി. അപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്റെ വിഷമം എന്തായിരിക്കും? എന്നെ വേണ്ട, എന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ മതി. ഇങ്ങനത്തെ പാട്ടുകളിൽ ചിലവാവുള്ളൂ. എന്ത് ആവശ്യത്തോടെ ജനങ്ങൾ ഇത് പാടുന്നറിയോ? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദാറ്റ് ഇന്നർ ഐസൈറ്റ്, ഇന്നർ വിഷൻ. എന്തിനാ കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്ന പോലുള്ള നിശ്ചയം. അതുപോലൊരു സാധനമാണ് അവൻ ആർക്കും കടക്കാരനല്ല. എന്തിനാ നമ്മൾ കർത്താവ് പറയുന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ട്രാക്ടർ എടുത്തുകൊണ്ട് റോട്ടിലൂടെ നടന്ന് ട്രാക്ടർ കൊടുത്തിട്ടുണ്ട്. കറുത്ത പുസ്തകം ചുമന്ന് കുറെ നടന്നിട്ടുണ്ട്. ഈ കറുത്ത പുസ്തകം ചുമന്നതിന്റെ കടം ഇപ്പം കർത്താവിന്റെ തിരിപ്പുണ്ട്. ആ കടം നീ വീട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനന്ന് ചുമന്നത്. ഇപ്പൊ വേണമെങ്കിൽ നിനക്ക് അതിന് പ്രതിഫലം തന്ന ആ കടം അങ്ങ് വീട്ടാ. നീ ആർക്കും കടക്കാരനായിരിക്കുമല്ലോ, എനിക്ക് കടമുണ്ട്, അത് നീ വീട്ടിക്കോ എന്നൊരു പലിശക്കാരന്റെ മനസ്സാണ് ദൈവത്തോട് നമ്മൾ പറയും. ആ പുസ്തകം എടുക്കാൻ ദൈവമേ എനിക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പാടുമ്പോൾ നമുക്കത് കുറ്റമായിട്ട് തോന്നില്ല, കുറ്റബോധമായിട്ട് തോന്നില്ല. അവൻ ആർക്കും ബാധ്യതയല്ല എന്ന് പറഞ്ഞ് എന്തിനാ പാടുന്നറിയോ? നിങ്ങൾ കർത്താവിനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ നിന്നുള്ളത് മേടിച്ചോ. അവൻ അങ്ങനെ ബാധ്യതയായിരിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് ബാധ്യതയായിട്ട് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവന്റെ നിന്ന് പൈസ മേടിച്ച സെറ്റിൽ ചെയ്തേക്കാം. നമുക്കൊരു കുറ്റബോധം തോന്നില്ല. നമുക്ക് നല്ല താളം കിട്ടിയാൽ മതി. അല്ല അതിനകത്തെന്താ എഴുതിയേക്കുന്നത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. We are a generation who lost our all hope. And the church is like a desert place where there is no streams of river flowing any longer. നിങ്ങൾ ആലോചിച്ചെങ്കിൽ ഈ പ്രത്യാശയുടെ ഞെരക്കം, ഞാൻ രക്ഷിക്കപ്പെടുന്ന കാലത്തൊക്കെ പ്രത്യാശയുടെ ഭയങ്കര ഞെരക്കമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു, ചിലപ്പോൾ ഇനി കർത്താവ് രാത്രിയിൽ വരുമോ. ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കോളേജിൽ ഞങ്ങൾ ഒരു ദിവസം ഹോസ്റ്റലില് CMS കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ 4-5 പേര് വീണ്ടും ജനിച്ച സഹോദരങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം PGക്കാണ്, ഞങ്ങൾ ഡിഗ്രിക്കാണ്. ഒരു ദിവസം വൈകിട്ട് 8 മണിയായപ്പോൾ ഈ മനുഷ്യനെ കാണാനില്ല. വിശ്വാസിയാണ്, സ്ട്രോങ് വിശ്വാസിയാണ്, കാണുന്നില്ല. 8:45 ആളെ കാണുന്നു. ഞങ്ങള് വാർഡനെ ചെന്നിട്ട് പറഞ്ഞു, ഈ ബ്രദറിനെ കാണുന്നില്ല സാർ. ഏത് ബ്രദർ? ഞാൻ പേര് പറഞ്ഞു. ആ പുള്ളി അവിടെ എവിടെയെങ്കിലും കാണും, പുള്ളി എങ്ങും പോകില്ല. കാരണം പുള്ളിക്ക് ഭയങ്കര വിശ്വാസം, അയാൾ രാത്രി മതിലയുടെ എങ്ങും പോകില്ല എന്നുള്ള കാര്യം. ഭയങ്കര വിശ്വാസമാണ്. ഞങ്ങൾ എത്ര നോക്കിയിട്ട് ഈ പുള്ളിയെ കാണുന്നു. ഞങ്ങൾക്കൊരു പേടി, എവിടെ പോയി. അപ്പൊ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ചേച്ചേ സംഗതി പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം? പുള്ളി എവിടെ പോയി? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഉടനെ പുള്ളി പറയാ, എനിക്ക് തോന്നുന്നത് കർത്താവ് വന്നിട്ട് പോയി കാണും. ഇവിടെ ആരെങ്കിലും ഒരാൾ കർത്താവ് വന്നിട്ട് പോവാണെങ്കിൽ ആ പുള്ളി ആദ്യം പോകുള്ളൂ, നമുക്കറിയാലോ. പുള്ളി പോയി കാണും. അപ്പൊ നമ്മൾ ഹൃദയത്തിൽ ആ മിന്നൽ വന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കർത്താവേ പോയോ? ഞങ്ങളുടെ ഉള്ളിൽ ആദ്യം വരുന്നത്, ഇനി ഞങ്ങളോട് സുവിശേഷം പറഞ്ഞവര് പോയോ? ഇനിയുള്ള അവസ്ഥ എന്തായിരിക്കും? ഇനി 666 വെട്ടിക്കുത്ത്, കൊലപാതകം, ദൈവമേ രക്തസാക്ഷി ആവാതെ ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. കാരണം അത്ര റിയലാ അത്. നമ്മുടെ ഫെയ്ത്ത് അത്ര റിയലാ. ഒരു 9:45 പുള്ളി ബൈബിളും പിടിച്ചോണ്ട് ഇരുട്ടത്തോടെ നടന്നു വരുന്നുണ്ട്. പുള്ളി ഏതോ കോറിഡോറിനകത്ത് പോയിരുന്ന്
പുള്ളി ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ ബഹളം ഒന്നും പുള്ളി കേട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇങ്ങനെ പോയാൽ പറ്റില്ല, ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ കർത്താവ് വരുമ്പോൾ നമ്മൾ ഇതേ അവസ്ഥയായി പോയാലോ? So the thought used to scare us. Are we really born again? ഇന്ന് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. നമ്മുടെ ബിസിനസ് വല്ലതും തകർന്നു പോകുന്ന എങ്ങനെ ചിന്തിച്ച് പേടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തലമുറയുടെ വിഷയം എന്താകും, ഇതൊക്കെ ഉള്ളു. അല്ലാതെ നോട്ട് അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഗ്ലോറി എനി ലോങ്ങർ. നമ്മൾ കരയുന്നു, നിലവിളിക്കുന്നു. ഇനി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര കരഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ എത്ര പ്രാർത്ഥിച്ചിട്ട് ആൾക്ക് മാത്രം ഒരു വ്യത്യാസമില്ല. ഞാനിങ്ങനെ പല ആൾക്കാരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിന്റെ തന്നെ ഇത്ര ഇരിക്കുന്നല്ലേ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്നല്ലേ പറഞ്ഞു. ഇപ്പൊ കർത്താവിന്റെ അടുത്ത് ഇത്ര നേരം ഇരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും കർത്താവിന്റെ സ്വഭാവം ഉണ്ടാവണ്ടേ? അത് ഉണ്ടാവുന്നില്ല, വഴക്കും ബഹളം മാത്രം ഉണ്ടാകും. ഇത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിച്ചു. എനിക്ക് മനസ്സിലായ എന്താണെന്നറിയാം, ഈ പ്രാർത്ഥന മുഴുവൻ കർത്താവെ മത്തായിച്ചേട്ടനെ സഹായിക്കണമേ, അവന്റെ വീട്ടിലെ എന്താ ആടുമാടുകൾ അനുഗ്രഹിക്കണമേ, കർത്താവെ പേഴ്സണൽ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കർത്താവിനോട് ഇല്ല. അതുകൊണ്ടേ ഇപ്പോ കർത്താവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തായാലും ബോറടിക്കത്തില്ല. പക്ഷെ ഇതങ്ങനല്ല, ഇത് കുറെ പേരുകൾ മാത്രം. നിങ്ങൾ എത്ര കരഞ്ഞാലും നിങ്ങൾ അപ്പോഴും ഈ കർത്താവിനോടുള്ള പ്രസൻസിലേക്ക് വരുന്നില്ല. അതാണ് അതിന്റെ പ്രോബ്ലം. പ്രാർത്ഥിക്കുന്ന പ്രശ്നമെന്നല്ല ഞാൻ പറയും, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അപ്പൊ എത്ര ക്വാണ്ടിറ്റി പ്രെയർ അല്ല, അത് ക്വാളിറ്റി പ്രെയറിലേക്ക് ഇവരെല്ലാവർക്കും നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ അതിനേക്കാളും പ്രധാനമാണ് ഈ കർത്താവിന്റെ ആ പ്രസൻസ് അനുഭവിക്കുക. ആ പ്രസൻസ് അനുഭവിക്കുന്ന ആൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ ജെന്യുവിൻ ആകണം നിർബന്ധമൊന്നുമില്ല. അൺലെസ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു. അതാണ് എഫേസ്യർ 3:16 മുതൽ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൽ നിന്ന്. ഈ റോമാലേഖനം 1 മുതൽ എഫേസ്യ ലേഖനം 3:15 വരെ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എനിക്ക് ലഭിച്ച കാര്യങ്ങളെ കുറിച്ചാണ് മുഴുവൻ പറയുന്നത്. എന്നാൽ 3:16, 17 വാക്യങ്ങൾ വരുമ്പോഴേക്കും ദ സിറ്റുവേഷൻ ചേഞ്ചസ്. 17 വായിച്ചേ. നമ്മുടെ ടൈം തീർന്നല്ലേ? ഓക്കെ, ഐ ആം ഗോയിങ് ടു ക്ലോസ്. അവൻ തന്റെ മഹത്വത്തിന്റെ ഘനത്തിന് ഒത്തവണ്ണം ആ അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അകത്തെ മനുഷ്യന്റെ ബലം, വിശദീകരണം അതാണ് കേട്ടോ. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുന്നു. അടുത്തത് എങ്ങനെയാ ബലം പ്രാപിക്കും? അടുത്ത വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ, കണ്ടോ, തിരിച്ചാ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ. അപ്പൊ ഇത്രയും ധനമുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു പറയുന്ന അർത്ഥം അവൻ നമ്മുടെ ജീവനായി മാറുന്നു. He becomes our life. നമ്മൾ അവന്റെ ജീവനിലേക്ക് പ്രവേശിക്കുക. ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഇതെങ്ങനെയാ? വിശ്വാസത്താൽ എന്നല്ലേ? വിശ്വാസത്താൽ എന്നല്ലേ എഴുതിയേക്കുന്നത്? വിശ്വാസത്താൽ കാർ വാങ്ങി അത്രേ ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസത്താൽ ക്രിസ്തുവിനെ നേടുന്ന ഫെയ്ത്ത്. കാർ നേടുന്ന ഫെയ്ത്ത് അല്ല, കർത്താവിനെ നേടുന്ന ഫെയ്ത്ത്. ഓക്കെ, ആ ഫെയ്ത്തിനെ കുറിച്ച് അവിടെ പറയുന്നത്. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. അപ്പൊ ഹൃദയങ്ങളിൽ വസിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ സ്നേഹം വളർന്ന് വേരൂന്നി ക്രിസ്തുവിന്റെ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിലുണ്ടായി ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നമ്മൾ നിറഞ്ഞു വരും. ഈ ഒരു നിറവിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ us. ഞാനതൊരു ഡയഗ്രാമിലൂടെ അടുത്ത ദിവസം കാണിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഐ എം ഗിവിംഗ് യു എ സമ്മറി ഓഫ് അപ്പോസ്റ്റലിക് ഡോക്ട്രിൻസ് ടു ടെൽ യു വാട്ട് ക്രിസ്ത്യൻ മെച്യൂരിറ്റി മീൻസ്. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.